ആദ്യമായിട്ടാണോ ആഹ് സംസാരിക്കുന്നത്? എന്തോ കേട്ടില്ല. ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്? അല്ല, ഇടയ്ക്ക് ഒരു വട്ടം സംസാരിച്ചു. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ, ഓക്കെ ഓക്കെ. പറഞ്ഞോ. ആഹ് ഇതില് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ആ, ഉറക്കം നന്നായിട്ട് കിട്ടി എന്നുള്ളത്. അത് ഭയങ്കര ഭയങ്കര മാജിക്. ഇപ്പം ഇപ്പം മാം വേറൊന്നും വിചാരിക്കില്ല. മാമിന്റെ ക്ലാസ് കേട്ടാലും അല്ലെങ്കിൽ ഭയങ്കര റഷിൽ നിന്നാലും എനിക്ക് ഭയങ്കര റിലാക്സേഷൻ മൂഡാണ്. ഉറക്കം വരും. ഭയങ്കര ടെൻഷനൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, പിന്നെ മാമിന്റെ 40:40:40 അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഉം, അപ്പോ കഴിഞ്ഞ ദിവസം എനിക്കൊരു ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പൊ ബസ്സിലായോണ്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് തോന്നി. ഉം. പക്ഷെ സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് അത് നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനർജി ബോള് നോക്കി, പിന്നെ പ്രെയർ ചൊല്ലി. പക്ഷെ വീട്ടിലെത്തുന്നവരെ നല്ല സുഖമായിട്ട് ഉറങ്ങി. ഒരു പെയിനും എനിക്ക് ഫീൽ ചെയ്തതേ ഇല്ല. ഓ, ഒരു പെയിനും ഫീൽ ചെയ്തില്ല. ഓ, അതൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓ. പിന്നെ വേറൊരു കാര്യം ഉം. ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ വിചാരിക്കും നമ്മൾ എപ്പോഴും അപ്പുറത്തിരിക്കുന്ന ആളെ കുറ്റം പറയും. അതിപ്പം ഫാമിലിയിലായാലും ഒക്കെ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളെ കുറ്റം പറയും. ശരിക്കും പറഞ്ഞ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ ആലോചിച്ച് നോക്കാണ്, ഏറ്റവും കൂടുതൽ പ്രശ്നം എന്റേതാണെന്ന് മനസ്സിലായി. അതായത് വീട്ടിലൊക്കെ ഭയങ്കര സമാധാനം മൂഡ്, ഭയങ്കര എന്താ പറയാ, ആർക്കെങ്കിലും എവിടുന്നെങ്കിലും പ്രശ്നം തോന്നിയാലും അതെങ്ങനെ സൈലന്റ് ആയിട്ട് പോകുന്നു. അല്ലെങ്കിൽ ഞാൻ കാമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ? ഇല്ല, ഓക്കെ. ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അതായത് എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു വീട്ടിലെ വഴക്കാളി എന്നൊരു തോന്നല് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. പിന്നെ അപ്പൊ ആ, എല്ലാം പോസിറ്റീവായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഉം. എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു 14 ഡേയ്സ് വർക്ക്ഷോപ്പ് പെട്ടെന്ന് തീർന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതിലും ബെറ്റർ ആയിട്ട് കുറെ മാറ്റങ്ങൾ ഇതുവരെ നമ്മൾ നമ്മളെ റിയലൈസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. എന്താണ് മാറ്റങ്ങൾ എന്ന് നമ്മൾ നമ്മളെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഒരു ദിവസം 2 ദിവസം കൊണ്ടുണ്ടായ മാറ്റങ്ങളല്ല. ഗ്രാജുവലി ഇത്രയും ദിവസം ഉണ്ടായ മാറ്റങ്ങളാണ്. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിച്ചതല്ല. നല്ലതാ. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പെട്ടെന്ന് ഒരു മാറ്റം നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. അത് ഗ്രാജുവലി നമ്മളിൽ ചെറുതായിട്ട് ഇങ്ങനെ 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 വരും. വരും. പിന്നീട് നമുക്കത് വിസിബിൾ ആവും അത് എന്തായിരുന്നു എന്നുള്ളത്. അതെ. എനിക്ക് അത്രേ പറയുള്ളൂ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ശ്രീവിദ്യ മാമിനോട്. താങ്ക് യു അഞ്ജന, കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, അതാണ് നമ്മളിപ്പം ജിമ്മിൽ പോവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം വെയിറ്റ് ലോസ് ഉണ്ടാവില്ല അല്ലേ? ഇവഞ്ച്വലി നമ്മളത് മെല്ലെ മെല്ലെ പിച്ച വെച്ച് അല്ലേ അതിന് ഡെഡിക്കേറ്റഡ് ആയി ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇതൊരു മൈൻഡ് ജിമ്മാണ്, മെന്റൽ ജിമ്മാണ്. ഓക്കെ. വിഷ്ണു, ഹായ്. വിഷ്ണു കിടന്ന് വിഷ്ണുവിന്റെ മുഖത്തിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അൺമ്യൂട്ട് ചെയ്യൂ. സംസാരിക്കാനല്ലേ റൈസ് ഹാൻഡ് ഇട്ടത്? കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? ആ, കേൾക്കാം. വിഷ്ണു പേഴ്സണൽ സെഷൻ എടുത്ത ആളല്ലേ അല്ലേ? അതെ അതെ. ഞാൻ ഉഴപ്പന്നെ അന്ന് പറഞ്ഞ വിളിച്ചാണ്. ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയോ? അന്ന് പറഞ്ഞ കാര്യങ്ങള് ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞ ഞാൻ പേഴ്സണൽ പറഞ്ഞ എന്റെ ഇഷ്യൂസ് സെഷനില് പറഞ്ഞ എല്ലാ കാര്യവും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പൊ പറയണോ? തീർച്ചയായിട്ടും പറഞ്ഞു. എന്താ? ആ, ഇവര് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലേ? നോ ഇഷ്യൂ. ഓക്കെ. ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ജോബില് പിന്നെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ പിന്നെ നെസ്റ്റോയിലാണ് വർക്ക് ചെയ്യുന്നത്, ജിപാസിലാണ് വർക്ക് ചെയ്യുന്നത്, റൈറ്റ്? അതെ. എല്ലാം ഓർമ്മയുണ്ട്. നെസ്റ്റോയിലല്ല, ജിപാസിലാണ്. ആ, ജിപാസിലാണ് വർക്ക് ചെയ്യുന്നത്, സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വർക്ക് പ്രഷർ ഉണ്ട് ഒരുപാട്. വർക്കിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, വേറൊരു ജോബ് നോക്കുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആളെ ദുബായിലോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പിന്നെ മെയിൻ ഭയങ്കരമായിട്ട് ഇഷ്യൂ ദേഷ്യം മെയിൻ വരണം. ഇഷ്യൂ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ്. ആ, അപ്പൊ ആൽക്കഹോൾ. ഒരു യെസ്. അപ്പം മേഡത്തിനടുത്ത് സംസാരിച്ചപ്പോൾ മേഡം പറഞ്ഞു ഇത് 14 ദിവസം വിഷ്ണു കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഡൗട്ടാണ് എന്ന് പറഞ്ഞു. അതെ. അതെ. കാരണം 10:30 ഡ്യൂട്ടിയിൽ എല്ലാ ദിവസവും 9:30 കഴിയുമ്പോൾ ചിന്തിക്കും, 10:30 ആകുമ്പോൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 10:45 റെഡിയായി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് റൂമിൽ വന്നൊരു ഫുൾ ബോട്ടിലായിട്ടിരിക്കുന്ന ഞാന്
മേഡത്തിന്റെ ഫസ്റ്റ് റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് പിന്നെ ഇതുവരെ തൊട്ടിട്ടില്ല. ഓ മൈ ഗോഡ്, എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ശരിക്കുമാണോ ശ- ശരിയാണോ പറയുന്നത്? ശരിയാണ്. ഓക്കെ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അന്ന് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്റെ കൂടെ ഉള്ളവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓ മൈ ഗോഡ്. അതായത് ഒരു എന്താ പറയുന്നത്, ഒരു 9:30 ചിന്തിക്കും, ഇന്ന് വിസ്കി എടുക്കണോ ബ്രാൻഡി എടുക്കണോ, ക്യാൻസൽ. അങ്ങനെ ചിന്തിച്ച് 10:30 ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇത് മേടിച്ചുകൊണ്ട് വന്ന് 10:45 ടേബിളിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അതെ അതെ, എനിക്ക് ഞാൻ അതെ, യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊരു കാര്യം, വേറെ ഏതോ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തു, എന്നിട്ട് ആദ്യം മാറ്റം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്, അല്ലേ? ശരിയല്ലേ? 3 ദിവസം അറ്റൻഡ് ചെയ്യും, 4ാമത്തെ ദിവസം 90 ml വിത്ത് ഐസ് ക്യൂബ് ക്യാൻസൽ. 60 അല്ല 90 അല്ലേ? അപ്പൊ അത് വലിയൊരു മാറ്റമാണ്, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ക്ലാപ്പ് ചെയ്ത്. ഈ ഒരു മാറ്റം നമ്മൾ ഇതുവരെ ഗ്രൂപ്പ് ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈം ആണ്. Congrats. Congratulations. Super. താങ്ക് യു. Congrats, man. Congrats. താങ്ക് യു. Congrats, bro. താങ്ക് യു. Congratulations. ഓക്കെ ഓക്കെ വിഷ്ണു, അപ്പോ ലൈവിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അൺമ്യൂട്ട് ചെയ്തോളൂ വിഷ്ണു കേൾക്കുന്നില്ല. അല്ല, ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ്, ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ലീവ് എടുത്തതാണ്, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് വിഷ്ണു. ഇവിടെ വന്ന് ലൈവായിട്ട് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിലല്ലേ. ഞാൻ ശരിക്കും, ടു ബി ഫ്രാങ്ക്, വിഷ്ണു എന്തായാലും മാറുമെന്ന് എൻ്റെ മനസ്സിലൊരു വിശ്വാസം അന്ന് ഉണ്ടായിരുന്നു. കാരണം ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരെ പറ്റി ഞാൻ മാറും തന്നെയാണ് വിശ്വസിക്കാറ്, പക്ഷെ എല്ലാവർക്കും മാറ്റം ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ഉറപ്പ് തന്നതാണ്, അല്ലേ? ഈ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും മാറ്റം ഉണ്ടാവും എന്നുള്ള അഷുറൻസ് ഞാൻ തന്നിരുന്നു അന്ന്. അപ്പൊ വിചാരിച്ചിരുന്നോ ഇങ്ങനെ മാറാൻ പറ്റുമെന്ന് പേഴ്സണൽ സെഷൻ കഴിഞ്ഞപ്പോ? ഒരിക്കലും ഇല്ല. വിഷ്ണുവിനെ ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മേഡം പറഞ്ഞായിരുന്നു. വിഷ്ണുവിനെ കണ്ടാൽ അറിയാതെ പകുതി ഇട്ടിട്ട് പോകുന്നു. അത് ഞാൻ പറഞ്ഞു വിഷ്ണു. അതെന്താന്ന് വെച്ചാ, അത് ആ ഒരു ടൈമില് ഞാനത് ഓപ്പണായി പറഞ്ഞിരുന്നു, വിഷ്ണു പ്രാക്ടീസ് എന്തായാലും ചെയ്യില്ല, പകുതിക്ക് വെച്ച് നിർത്തും. കാരണം ഒന്നാമത് റെക്കോർഡഡ് സെഷനാണ്, ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈവിൽ വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ഇരുന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഞാനത് പറഞ്ഞിരുന്നു. പക്ഷെ വിഷ്ണു എന്നെ ഞെട്ടിച്ചു വിഷ്ണു. കൂടുള്ളവരെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. ഉം. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ശരിക്കും ഗൂസ് ബംസ് വന്നു. ഇത് വലിയൊരു സക്സസ് സ്റ്റോറിയാണ് വിഷ്ണു. പിന്നെ എത്ര ഇത് നാളായി ആൽക്കഹോൾ? വ്യത്യസ്തമായ ഒരു സക്സസ് സ്റ്റോറി. ലാസ്റ്റ് 14 ദിവസം നമ്മൾ വന്നിട്ട് ഒരു എൻട്രി തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ക്ലൈമാക്സില് നമ്മള് ഗസ്റ്റ് റോളിൽ അതുപോലെ വരുന്നത്. എനിക്ക് അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഗ്രൂപ്പില് ഞാൻ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു, മിസ്റ്റർ അനു മോഹൻ എന്ന് പറഞ്ഞിട്ട്. പരിചയപ്പെട്ട വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഡൗട്ട് ചോദിച്ചിട്ട് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പം പറഞ്ഞു, ഞാനൊരു 6 ഡേയ്സ് 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സക്സസ് സ്റ്റോറി ഇതായിട്ട് പറയട്ടെ എന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ. അപ്പൊ ആളെടുത്ത് പറഞ്ഞു കുറച്ചും കൂടെ മുമ്പോട്ട് പോട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി, അത് മാഡത്തിന് സന്തോഷമാവും. അനു ഇല്ലേ ഇന്ന് ക്ലാസ്സില്? അനു സാർ ഇല്ലേ? ഡെയിലി വരുന്നതാണല്ലോ, ഇന്ന് മുങ്ങിയോ? ഓക്കെ, അപ്പം ഇത് എന്തായാലും ഒരുപാട് സന്തോഷം മൊത്തത്തിൽ. അതുകൊണ്ട് ഇത് നിർത്തിയപ്പം എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഭയങ്കര ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ടോ? കുറച്ചുകൂടെ ഹാപ്പി ആയ പോലെ തോന്നുന്നുണ്ടോ? ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ മാറി. ഉം. പിന്നെ പിന്നെ ഈ പറയുന്ന പോലെ 9 മണിക്ക് ഡ്യൂട്ടി ആണെങ്കിൽ എണ്ണിക്കുന്നത് 10 മണിക്കായിരിക്കുമല്ലോ. ഓക്കെ. പക്ഷേ രാവിലെ 8 മണിക്ക് നേരത്തെ അലാറം വെക്കും, നമ്മൾ കിടക്കുമ്പോൾ അലാറം വെക്കും, ഇങ്ങനെയുള്ള ഒരു കാര്യം കഴിഞ്ഞിട്ട് അലാറം വെക്കും. പക്ഷെ അലാറം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കും. അതായത് മടി, അലസത. പക്ഷേ മാഡത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ട് ആ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കിടന്നു. പിറ്റേ ദിവസം മുതൽ മോർണിംഗ് റിച്വൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലാറം 8 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 8 മണിക്ക് തന്നെ എണ്ണീച്ചിരിക്കും. രാവിലെ അതെല്ലാം ചെയ്യും, കറക്റ്റ് സമയത്ത് ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയുള്ള മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ നേരത്തെ നമ്മുടെ ടൈം എന്തിന്, ഈ മദ്യപാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ ഇപ്പം അത് ലൈഫിൽ നിന്ന് മാറി, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ടൈം കിട്ടി.
ഇതൊന്നും നമുക്ക് എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്തൊരു കാര്യമാണ് അല്ലേ? സ്വയം നമ്മൾ തീരുമാനിച്ച് നിർത്തുക എന്നുള്ളത്. അല്ലാണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ആൾക്കാരെ അതിൽ നിന്ന് ഇതാക്കുന്ന കാണാറുണ്ട്. പക്ഷെ സ്വയം തീരുമാനം എടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര എന്താണ് പറയുന്നത്, വിശ്വസിക്കാൻ നോ, പറ്റും. ഇന്നേരം നമ്മൾ ഇതിന് നോ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സദസ്സിൽ പോയിരുന്നു, പക്ഷെ ഞാൻ അവിടെ നോ പറഞ്ഞു. അമേസിങ്. അതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത് അല്ലേ? മൈൻഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നോ പറയാൻ പറ്റുക എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം ഷുഗർ കട്ട് ചെയ്യും ചില ആൾക്കാർ, പക്ഷെ 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം ഷുഗർ കഴിക്കും. അപ്പം ഇതൊരു ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ അത്രയും അഡിക്ഷൻ ആണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഏ ഇല്ല, ഈ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം ഏകദേശം ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷം. ഉം. അതിന് മുന്നേ ഒക്കേഷണലി കഴിക്കും. ഓക്കെ. ഓ പിന്നെ ദുബൈ ലൈഫല്ലേ, അറിയാലോ, ബാച്ചിലർ ലൈഫ്. അതെ അത് അതെ. അങ്ങനെ ഒരു നമ്മുടെ മൈൻഡ് അങ്ങോട്ടായി പോകും. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാ പ്രാക്ടീസും ചെയ്യുന്നുണ്ടല്ലേ വിഷ്ണു? ഞാൻ വിചാരിച്ചതേ ഇല്ല വിഷ്ണു ഫുൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. സീരിയസ്ലി. ഇത്രയും പേരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത മേഡത്തിന് ഒരു പത്മശ്രീ അല്ലെങ്കിൽ ഒരു പത്മഭൂഷൺ കിട്ടട്ടെ. ഡൽഹിക്കൊന്ന് വിളിച്ചാലോ? വിളിച്ചോളൂ വിളിച്ചോളൂ. തിരുവനന്തപുരത്തേക്ക് വിളിച്ചോളൂ. അപ്പോ ഒരുപാട് ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച് വിഷ്ണു. ഇവിടെ വന്ന് അപ്പൊ എല്ലാവരും ഞാനതാ ചോദിച്ചത്, വിഷ്ണുവിന്റെ സക്സസ് സ്റ്റോറി തന്നെ അല്ലേ എന്നുള്ളത്. കാരണം എനിക്ക് ഉള്ളിൽ സക്സസ് സ്റ്റോറി ചെറിയൊരു. തന്നെ, അതിങ്ങനെ നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റ്സ് വിഷ്ണു. ഇനിയും പ്രാക്ടീസ് മുടക്കരുത്, ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ. മുമ്പോട്ട് ഞാൻ എന്തായാലും ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് ക്ലാസ് പോകണം. വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 months, അതായത് റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫോം ചെയ്യുന്നത് വരെ നമ്മൾ ക്ലാസ്സിൽ വരണം. ഓക്കെ, ക്ലാസ് അത് റെക്കോർഡഡ് ആണ്, റെക്കോർഡഡ്, ലൈവ് ആണ് ലൈവ്. മെഡിറ്റേഷൻ കണ്ടിന്യൂസ്ലി ചെയ്യണം. ലൈവ് ലൈവ് നടക്കൂല, കാരണം നമ്മൾ പിന്നെ ആ സമയത്ത് ഡ്യൂട്ടിയിലായിരിക്കും. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. പിന്നെ കൊളീഗ്സ് ഒക്കെ എന്ത് പറഞ്ഞു? അല്ല, അതറിയാലോ, ഒരു വ്യക്തി നന്നാവണമെന്ന് ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പോകണമെന്ന് ആ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് അതെ പ്രത്യേകിച്ച് പറയണ്ടായിരുന്നല്ലോ, അറിയാലോ. അതെ. അപ്പൊ നമ്മളത് നെവർ മൈൻഡ്, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എനിവേ, നമ്മൾക്ക് ആ രീതിയിൽ അങ്ങ് പോവാം, മുമ്പോട്ട് തന്നെ. മുമ്പോട്ട് ഇങ്ങനെ തന്നെ എന്താ. പോകണമെന്നാണ് പ്രാർത്ഥന. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ റിലേഷൻഷിപ്പിൽ എല്ലാം ഹീലായി ആളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റട്ടെ. പിന്നെ ഓക്കെ, റിലേഷൻഷിപ്പും ഓക്കെ ആവട്ടെ, കരിയറും ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. വിത്തിൻ 3 months വിഷ്ണുവിന് എന്തായാലും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ആളെ മറ്റന്നാൾ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ കിട്ടിയോ? ഓ, അല്ല, ഇന്റർവ്യൂ മറ്റന്നാളുണ്ട്, ഡേ ആഫ്റ്റർ ടുമാറോ ഉണ്ടോ? അത് തന്നെ കോള് വന്നു, ഇന്റർവ്യൂ കോള് വന്നു. ഇന്ന് വൈകിട്ട് മെസ്സേജ് വന്നു. ഗ്രേറ്റ്, ഹെഡ്സ് ഓഫ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഓക്കെ, അപ്പം കരിയറും ഏകദേശം സെറ്റായി. ഇനി റിലേഷൻഷിപ്പും കൂടെ ഓക്കെ ആവണം. അപ്പോൾ ഒരു 2-3 months ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഓക്കെ. താങ്ക് യു വിഷ്ണു. ഓൾ ദ ഓക്കെ, ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇത് എൻ്റെ അഫർമേഷൻ ആണ്. ശരിക്കും എൻ്റെ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടണം എന്നുള്ളത് എൻ്റെ അഫർമേഷൻ ആണ്. അത് തഥാസ്തു തന്നെ. ഞാൻ ഈ കരിയറിൽ വന്നപ്പോൾ തൊട്ട് പറയുന്ന അഫർമേഷൻ ആണ്. ഇതുവരെ അത് തെറ്റിയിട്ടില്ല. താങ്ക് ഗോഡ്. ഓക്കെ, ഷാജ് സാർ പറയൂ. വളരെയധികം സന്തോഷം. എസ്പെഷ്യലി ഇപ്പൊ വിഷ്ണു സാറ് സംസാരിച്ചത് കേട്ടപ്പോ സത്യം പറയുകയാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞുപോയി. സീരിയസ്ലി, അത് എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗൂസ് ബംസ് ഒന്നും. മേഡം ചെയ്യുന്ന പ്രവൃത്തി എത്ര മഹത്തരമാണ്. മേഡത്തിന് അദ്ദേഹം പറഞ്ഞ പോലെ വലിയ എന്താ പറയാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം മേഡത്തിനോടുള്ള ആ ഒരു സ്നേഹവും എന്തോ അറിയില്ല, വാക്കുകൾക്ക് അതീതമാണ്, പ്രകടിപ്പിക്കാൻ പറ്റാത്തതാണ്. പിന്നെ എനിക്ക് മേഡത്തോട് പറയാനുള്ളത്, മേഡത്തിന്റെ ക്ലാസ് വളരെ തിയറിറ്റിക്കൽ, അത്രയും നല്ല തിയറിയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് മെയിൻ ആയിട്ട്. അത് വളരെ ഉള്ളിൽ തട്ടുന്ന രീതിയിലാണ് മാഡം ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലുമായിട്ട് എപ്പോഴും നമുക്ക് കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ യൂണിവേഴ്സലായിട്ട് കണക്ട് ആവുക. യൂണിവേഴ്സൽ എന്താണെന്നുള്ളതും ഒരു സ്പിരിച്വൽ കണക്ഷൻ വരുന്നുണ്ടല്ലേ? അതെ അതെ, ഇപ്പോഴും നമുക്ക് ആ ഒരു കണക്ഷൻ ആവുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയാണ് ഇനി നമുക്ക് ജീവിതം നമ്മളത് രക്ഷപ്പെട്ടെന്ന് അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പറയല്ലോ, ഇനി നമ്മുടെ ജീവിതത്തിൽ
മറ്റുള്ള ഒരു കാര്യങ്ങളും ഇല്ല, നമ്മൾ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നല് നമ്മുടെ ഉള്ളില് സെറ്റായി. അത് നമ്മള് മുന്നേ ആണെങ്കിൽ എന്ത് ചിന്തിക്കുമ്പോഴും അതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അതെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ. ഇപ്പം നല്ല കാര്യങ്ങൾ അതെ അതെ ചിന്തിക്കാൻ തുടങ്ങി. ഗ്രേറ്റ് ഗ്രേറ്റ്. പറ്റില്ല. ഇപ്പൊ എപ്പോഴും നമുക്ക് പിന്നെ ഒരു പ്രതീക്ഷ, പോസിറ്റീവ് മൈൻഡ് നമുക്ക് സെറ്റായി. ഈ ഒരു ഇത്രയും ക്ലാസ് കൊണ്ട് ഒരു വലിയ സന്തോഷമുണ്ട് അതില്. ഓക്കെ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു ഡോപ്പമിൻ ഹിറ്റിൽ കൂടുതൽ ഇതാവാതെ നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ ഒരു ന്യൂറൽ പാത്വേ ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം കണ്ടിന്യൂ ചെയ്യുക. എല്ലാത്തവരും ഓക്കെ ഞാൻ ഓക്കെ ആണ്, സ്വന്തമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ ഈ ഷാജി. പ്രാക്ടീസ് നമ്മൾ ഡെയിലി ചെയ്തു പോയാൽ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാലോ അല്ലെ. അതെ പ്രാക്ടീസ് അല്ലേ അതെ പ്രധാനം. അതെ അതെ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അല്ലെ. അതെ. പിന്നെ എനിക്ക് ഈ പത്താമത്തെ ക്ലാസ്സിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അത് വോയിസ് ഇട്ടപ്പോ അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അത് റെക്കോർഡിന് വേണ്ടി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ക്ലാസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അത് ഇനി അത് എങ്ങനെയാണ് അത് ടീമിനോട് തന്നെ ചോദിച്ചാൽ മതി, അവരോട് തന്നെ ചോദിച്ചാൽ മതി. ചോദിച്ചത്? ആ ആയിക്കോട്ടെ. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ 14 ദിവസം നമ്മളെ ഇത് വാക്കുകൾക്ക് അതീതമാണ്. എനിക്കറിയില്ല, എപ്പോഴെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള കാണാം സാർ. അവസരം. കോഴിക്കോടല്ലേ, നമുക്ക് കാണാം. സന്തോഷം. ഓക്കെ സാറിന് അതുപോലെ പിന്നെ ട്രേഡിങ്ങിൽ എന്തൊക്കെയായിരുന്നു മാറ്റം ഉണ്ടായത്? ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് അതെ, ട്രേഡിംഗില് റിസൾട്ട് ഇപ്പൊ എനിക്ക്, ഞാൻ കുറച്ചും കൂടെ പൈസ അതിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു. അതിലും എനിക്ക് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് കിട്ടി. ഗ്രേറ്റ് ഗ്രേറ്റ്. ഇന്നലെ പ്രോഫിറ്റ് കിട്ടി. അതുപോലെ ഫാമിലി ആയിട്ട് കുറച്ചുകൂടെ കണക്ഷനിൽ എത്താൻ പറ്റി. അതെ, റിസൾട്ട് പറഞ്ഞോണ്ടാണ് ഞാൻ പറയാത്തത്. ഫാമിലിയിൽ ഞാനായിരുന്നു വില്ലൻ. ഇപ്പൊ ഫുള്ള് ഹാപ്പിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാരും ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങൾ എന്നിട്ട് മാറിയപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും മാറി. പെർഫെക്ഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് മറ്റുള്ള അതുപോലെ തന്നെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മറ്റുള്ള വിഷയങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. ഞാൻ മാറിക്കാളും. ഞാൻ നമ്മുടേതായ ഒരു ലോകം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത്. എല്ലാ കാര്യങ്ങളും മാഡം പറഞ്ഞൊക്കെ അതേപോലെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ സാർ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. അനീഷ് സാർ പറയൂ, ജർമ്മനിയിൽ എന്തുണ്ട് വിശേഷം? സമ്മർ ആണോ? ജർമ്മനിയിൽ നല്ല മഴയാ. മഴയാണോ? ഓക്കെ ഓക്കെ പറഞ്ഞോ. ഞാൻ ഒരു മറൈൻ എഞ്ചിനീയർ ആയിരുന്നു. 10 വർഷമായിട്ട് സെയിം ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അറിയാലോ, 6 മാസം ഷിപ്പില്, 6 മാസം കരയില ഇതാ. അപ്പൊ മാരേജ് ഒക്കെ ആവണതിന് മുന്നേ തന്നെ ഞാൻ ഇത് ചേഞ്ച് ചെയ്യാൻ നോക്കണേ. പക്ഷെ ഞാൻ അതിന്റെ കംഫർട്ട് സോണിൽ നിന്നാണ് എപ്പോഴും അത് ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് ഞാനിവിടെ ഒരു ജോലി അന്വേഷിച്ച് വന്ന് അപ്പൊ തൊട്ട് എനിക്ക് എന്റെ ശരിക്കുള്ള എന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ, ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യായിരുന്നു. ഓവർ തിങ്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തരി കിട്ടിയ അവിടെ നിന്ന് അങ്ങ് ഒരു ദിവസം മുഴുവൻ ആലോചിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ് ആയി. എനിക്ക് തുടക്കത്തിലും ഞാനിവിടെ വന്ന് ഫസ്റ്റ് 2 മന്ത്സിൽ എനിക്ക് 4 ഇന്റർവ്യൂ എല്ലാം കിട്ടി. എല്ലാ ഇന്റർവ്യൂവും നന്നായി പോയി, എല്ലാം റിസൾട്ട് പറയാം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിന് പിന്നെ എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടണില്ല. അതും കൂടെ ആയപ്പോ ഞാൻ വീണ്ടും എമോഷണലിയും ഭയങ്കര കൈവിട്ട് പോകുന്ന അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ വൈഫ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ ആളാണ് എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അന്ന്, അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് നെതർലാൻഡ്സിലുണ്ട്. അപ്പൊ ഇവിടെ ഒന്നും നടപടി ആവാത്ത കാരണം അടുത്ത രാജ്യം വിളിക്കാന്നുള്ളത്, ആളെന്നെ ഇങ്ങോട്ട് വരാനൊക്കെ കുറെ ഗൈഡൻസ് ഒക്കെ തന്നത് നെതർലാൻഡ്സിലുള്ള ഫ്രണ്ടായിരുന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് കിട്ടിയ വിസ ഇങ്ങോട്ടായിരുന്നു. ഞാൻ പിന്നെ ചാൻസ് എടുക്കാന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നു. അപ്പൊ അവിടെ എനിക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളു. അപ്പൊ ഞാൻ ആളെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോ ആണ് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ മാമിന്റെ ഇന്റർവ്യൂ ഇത് അയച്ചിരുന്നു. അപ്പൊ ഞാനത് കണ്ടു. അപ്പൊ എനിക്ക് എന്തോ ഒരു സ്പാർക്ക് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, എടി ഇത് ഞാൻ ചേർന്നേക്കാന്ന് പറഞ്ഞു. അത് ഞാൻ ഇതുപോലെ ബസ് സ്റ്റോപ്പിലിരുന്ന് ഞാൻ വിളിച്ച്, ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങിയ ബസ് അപ്പൊ തന്നെ ഞാൻ വിളിച്ച് എനിക്ക് ക്ലാസ്, എനിക്ക് പേഴ്സണൽ സെഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് എനിക്ക് ടീം ഗൈഡ് ചെയ്ത് ആദ്യം ഇങ്ങനെ ക്ലാസ് കേൾക്കാം അങ്ങനെ പറഞ്ഞു. പേഴ്സണൽ സെഷൻ ഓഗസ്റ്റിലുള്ളുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നത് ലൈവ് ക്ലാസ് ആയിരുന്നു. ഞാൻ ക്ലാസ്സിന് ചേർന്നു. ചേർന്ന് കഴിഞ്ഞപ്പോ എന്റെ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് മാറിയെന്ന് തന്നെ അറിയാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനും ഇതുമായിരുന്നു.
ഉം. അത് പോയി ഇപ്പൊ എനിക്ക് ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി എന്ത് തോട്ട്സ് വന്നാലും എനിക്ക് റിജക്ഷൻ ഒക്കെ ക്യാൻസൽ ക്യാൻസൽ അതിന്റെ വഴിക്ക് വരുന്നുണ്ട്. പക്ഷെ ആം, എനിക്ക് അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഗോൾസ് ആണ്. പിന്നെ ഞാൻ ഡ്രോയിങ് ചെയ്യായിരുന്നു. ഉം. അത് മാരേജ് കഴിഞ്ഞപ്പോൾ നിന്നുപോയി. എന്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നത് ഒരു ഡ്രോയിങ്ങിന്റെ സെറ്റാ, കുറെ ഓ, പെൻസിൽസും ഇത്രയും ഇതുമൊക്കെയാണ്. സപ്പോർട്ടീവായ പക്ഷെ വൈഫിനെ കിട്ടിയത് തന്നെ ഭയങ്കര അത് ഭാഗ്യാണ്. ഉം. പക്ഷെ ഞാൻ അത് ഇന്നേ വരെ തുറന്നു നോക്കിയിട്ടില്ല. അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇപ്പൊ ഡ്രോയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വാവ്. ആം, അത് വലിയൊരു അച്ചീവ്മെന്റാ. പിന്നെ റിലേഷൻഷിപ്പിലും ഈ പറഞ്ഞ പോലെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ കാര്യങ്ങൾ ഞാൻ ചിലപ്പോ എന്നല്ല, ഒരു മെജോറിറ്റി ടൈമിൽ ഞാൻ കേൾക്കണത് എനിക്ക് കേൾക്കണമെന്ന് ഞാൻ കേൾക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ തമ്മിലും അതുപോലെ എല്ലാവരുമായിട്ടും എനിക്ക് അതൊരു ചെറിയ ക്ലാഷ് ഉണ്ടാവാറുണ്ട്. ക്യാൻസൽ ക്യാൻസൽ. അപ്പൊ അത് ഇപ്പൊ ഞാൻ ഞാനത് തിരിച്ചറിഞ്ഞു. അപ്പൊ എനിക്ക് പയ്യെ പയ്യെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു അതും ലിസണർ വലിയ ആവുന്നുണ്ടല്ലേ ഇപ്പം, കേൾക്കാൻ യെസ്, പറ്റുന്നുണ്ട്. നല്ലൊരു ആ, ലിസണർ ആവുന്നുണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ്. അല്ലെങ്കിൽ ഉം, വൈഫ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇതായിട്ട് എക്സൈറ്റഡ് ആയി പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് ഉം. അവർക്ക് അത് വിഷമാവും അല്ലേ? എനിക്ക് ഇമോഷൻസ് കണക്ട് ആവണ്ടായില്ല. പറയണ കാര്യം ഞാൻ കേൾക്കും, പക്ഷെ അവരിലുള്ള ഇമോഷൻ സ്റ്റേറ്റും പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഇമോഷനും ഒട്ടും മാച്ച് ആവാറില്ല. അതെപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. ക്യാൻസൽ ക്യാൻസൽ. പിന്നെ കരിയറിന്റെ കേസിലാണെങ്കിലും എനിക്ക് ആം, ആ, കുറെ കഴിഞ്ഞ ഒരു മന്ത് ജൂൺ മാസം എനിക്ക് അപ്ലൈ ചെയ്യാൻ, ഞാൻ എന്നും ഇത് തന്നെ ഫുൾ ടൈം പണി. അപ്പൊ ആ, എനിക്ക് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് മാച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഫൈൽസ് കിട്ടാറില്ല. പക്ഷെ ഈ മാസം ഞാൻ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഈ മാസം ഒരു ഇന്റർവ്യൂ കിട്ടി. ഉം. പിന്നെ കുറച്ചധികം കണക്ഷൻസ് കിട്ടി. ഞാൻ അന്ന് ആ, അവിടെ ഒരു ഇവന്റിനായിരുന്നു പോയത്. ആ ഇവന്റിൽ വെച്ച് പരിചയപ്പെട്ട ഒരാൾ എനിക്ക് റെഫറൻസ് തന്നു. പിന്നെ അത് അതാണ് കഴിഞ്ഞ നമുക്ക് യൂണിവേഴ്സ് എങ്ങനെയാ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മൾ ആ ഇവന്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ പരിചയപ്പെടാൻ പറ്റൂലായിരുന്നു അല്ലേ? അപ്പോ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് അറിയാത്ത ഉം. ആളെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാം. ഓക്കെ. അതിനും സൂപ്പറായി കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഫ്രണ്ടിന്റെ പരിചയത്തിലുള്ള, ഞാൻ അന്ന് അവിടെ ചെന്നു. അപ്പൊ ഒരു 3 മാസമായി എന്നെ വിളിക്കണേ. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല ഫ്രണ്ടിന്റെ അടുത്ത്. അപ്പൊ എനിക്ക് മടിയായിരുന്നു, ഭയങ്കര ചമ്മലായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ എന്നാ ഒരു ബാധ്യതയായിട്ട് ചെല്ലുവാണോ ആ ഒരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ആളെനിക്ക് അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചു. ഇപ്പൊ അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു മറൈൻ സർവേയിങ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണ ഒരാളെ എനിക്ക് കണക്ട് ചെയ്തു തന്നു. ഉം. അപ്പൊ കണക്ട് ചെയ്ത് തന്നു കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞ ആഴ്ച ആളെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര കണക്ഷൻ ഞങ്ങൾ തമ്മിൽ. ഉം. ആൾക്ക് അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവന്റെ ഒരു കസിന്റെ ഫ്രണ്ടാ, അത്രയും ഡിസ്റ്റൻസിലുള്ള. അപ്പൊ എങ്ങനെയാണെന്നൊന്നും അറിയില്ലടാ, ഒരു ഒരു 50-50 ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്തിരുന്നു. പക്ഷെ ആളെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോ എന്റെ പലർക്കും ഈ എന്റെ ജോലി എന്താ അല്ലെങ്കിൽ എന്റെ പ്രൊഫൈൽ എന്താണെന്ന് എനിക്ക് കൺവേ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ആർക്കും മനസ്സിലാവില്ല ഞാൻ എന്താ ജോലി ചെയ്യണം, എനിക്ക് എന്തൊക്കെ ഹാൻഡിൽ ചെയ്യും. പക്ഷെ ആളെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഇതൊക്കെയല്ല നിനക്ക്, ഇതൊക്കെയല്ല എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് എനിക്ക് ഇന്റേണലി വേണ്ട റെഫറൻസ് എല്ലാം തരാം. ആം, ഭയങ്കര സപ്പോർട്ടായിട്ട് വർത്താനം പറഞ്ഞു. അങ്ങനെ അത് ആണ് ഇപ്പൊ എനിക്കുള്ള വലിയൊരു സ്ട്രെങ്ത്, കരിയറിൽ കിട്ടിയ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. അത് ഓക്കെ. ശരിക്കും ഇവിടെ ജോബ് ആദ്യമായിട്ടാണ് അങ്ങനെ സെർച്ചിങ്ങിലും. ഒരാള് പറയുന്നത്, നിങ്ങളുടെ പ്രൊഫൈൽ യെസ്. കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടിയല്ലേ? ആ, ആ, എന്ത് പ്രൊഫൈലും അല്ല എന്ത് ഓപ്പണിംഗ് ആളുടെ ഫേമിൽ വന്നാലും അയാള് എനിക്ക് റെഫർ അറിയിക്കാന്ന് ചെയ്ത് പറഞ്ഞല്ലേ? തരാം. ഉം. ഗ്രേറ്റ്. അത്രയും ഓക്കെ. നല്ല അവിടെ അച്ചീവ്മെന്റ്സ് അവിടെ ആയിരിക്കും. ജർമ്മനിയിൽ പോയത് വെറുതെ താങ്ക് അവിടുന്ന് ടൈം കളയായിരുന്നു അല്ലെ? അപ്പം ഈ ഒരു പ്രാക്ടീസിലൂടെയും കാര്യങ്ങളിലൂടെയും നല്ല ഓപ്പണിങ്സ് അതെ. ഓപ്പർച്യൂണിറ്റി വരാൻ തുടങ്ങി. ഓക്കെ. താങ്ക് യു. വേറെ റിലേഷൻഷിപ്പിലും ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ വരാൻ തുടങ്ങി അല്ലെ? നമുക്ക് അതെ. കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായി അല്ലേ? ഓക്കെ. യെസ് മാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേറെ ഉണ്ട് ഇനി വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഇതാണ് മെയിൻ കാര്യം. Yeah. ഓക്കെ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ക്ലാപ്പ് ചെയ്തേ. Congrats. 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 Congratulations. Congrats. Congrats, dude. Congrats. ഓക്കെ. താങ്ക് യു സർ. Thank you. കൺഗ്രാറ്റ്സ്. Thank you. ഓൾ ദി Thank you. ബെസ്റ്റ്. Thank you. ശ്രീലക്ഷ്മി മാം പറയൂ.
ശ്രീലക്ഷ്മി മാം കേക്കാം. നെറ്റ്വർക്കിന് ഇച്ചിരി പ്രശ്നമുണ്ട്, അതാ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഉം. ആ, മോ- മോളുടെ ആണേല് എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ ഒക്കെ ശരിയായി. ഞാൻ ഓക്കെ, വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. ആണോ? ഞാൻ മോക്ക് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് ഓ ഓക്കെ. മോക്ക് അഡ്മിഷൻ കിട്ടി. എപ്പോഴാ കിട്ടിയത്? അലോട്ട്മെന്റിൽ മോളുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ മോളെ ആഴ്ച? ചേർത്ത് കൊണ്ടുപോയി. ആ, ആ ഓക്കെ ഓക്കെ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ചയെ മോളെ അതൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ അലോട്ട്മെന്റിലും വന്നിട്ടുണ്ട്, മോളുടെ ലിസ്റ്റിൽ പേരുണ്ട്. ഓക്കെ. മാമിന്റെ ആ, പ്രായത്തിലുള്ള അമ്മമാരുടെ സ്വപ്നമായിരിക്കും അല്ലേ ആഗ്രഹിച്ചൊരു അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ അതൊക്കെ ഓക്കെ. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയോ? ഞാന് ഫോർഗീവ്നെസ് എഴുതുന്നുണ്ടായിരുന്നു, പിന്നെ പ്രെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തൊക്കെയാണ് ആ ചേഞ്ചസ്? പിന്നെ ആണെങ്കിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ദേഷ്യമുള്ളവരോട് ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കും. മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. കുറച്ച് ഇപ്പൊ 2 ആഴ്ചയോ ചിലപ്പോ 1 മാസം വരെയൊക്കെ എനിക്ക് മിണ്ടത്തില്ല. ഞാൻ ഇത്തിരി ദേഷ്യപ്പെടത്തില്ലെങ്കിലും മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ മാമിന്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോ അതൊക്കെ മാറി. പിന്നാണ് എനിക്ക് സെൽഫ് ലവ് ഇല്ലായിരുന്നു. അതാർക്കും ഇല്ലല്ലോ. സെൽഫ് ലവേ ഇല്ലായിരുന്നു. ഓക്കെ. അത് ഇപ്പൊ ഒക്കെ ഉണ്ട്. പിന്നെ ദേഷ്യമൊക്കെ കുറഞ്ഞു. എന്നാലും കുഞ്ഞുങ്ങൾ തെറ്റ് കാണിച്ചാൽ വഴക്ക് പറയും, അപ്പൊ തീരും. അപ്പൊ തരാം. നമ്മളത് അങ്ങനെ മനസ്സിൽ കൊണ്ട് വെച്ചോണ്ടിരിക്കാറില്ല. ഇപ്പൊ ദേഷ്യാണെങ്കിൽ വിഷമാണെങ്കിൽ ഇല്ല. കുറെ നേരം കൊണ്ട് നടക്കുന്നതൊക്കെ മാറി. നടക്കും, എല്ലാം മാറി. ഓക്കെ. പിന്നെ ഹസ്ബൻഡ് എന്ത് പറയുന്നു? മാറ്റമുണ്ടോ? ഹസ്ബൻഡ് ഒക്കെ പറയുന്നുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, കോയമ്പത്തൂരാ പുള്ളി. ഞങ്ങൾ 2 ഇതായിട്ടാ താമസിക്കുന്നത്. ഓ ഹസ്ബൻഡ് അവിടെയും കുഞ്ഞുങ്ങള് ഞാനും ഫാമിലി ആയിട്ടാ. ഹസ്ബൻഡ് ആഴ്ചയിലോ മാസത്തിലോ വരത്തേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ശ്രീലക്ഷ്മി മാം, കൺഗ്രാറ്റ്സ്. ഓൾ ദി താങ്ക് യു. ക്ലാപ്പ് ചെയ്യുമ്പോ അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഓക്കെ. Congrats. 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 Congrats, ma'am. Congrats, Srilaxmi. Congrats, ma'am. Congrats. ma'am. Thank you. Congrats, madam. Congrats. ഓക്കെ, Thank you. താങ്ക് യു. പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് റേസ് ഹാൻഡ് ഓപ്ഷൻ റിമൂവ് ചെയ്യാമോ? അടുത്തത് ആരാണ്? ടെസ്സിനാണോ? ടെസ്സിൻ പറയൂ. ഹായ് മാം. ഹായ് ടെസ്സിൻ. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരുന്നു അല്ലേ ഈ ഒരു ബാച്ചില്? കേട്ടില്ല, എന്താ മാം? ടെസ്സിൻ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നോ ഈ ഒരു ബാച്ചിൽ? അതെ, ഞാന് ഇടയ്ക്കിടയ്ക്ക് എന്റെ ഓരോ മാറ്റങ്ങളും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാത്ത മാറ്റങ്ങൾ പറയാം. 2 എനിക്ക് കരിയറിലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു മാം, ഞാനൊരു സ്വന്തമായിട്ട് ഒരു ഫ്രീലാൻസിങ് ഫേം പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പം കഴിഞ്ഞ വർഷം എനിക്ക് എന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. ഈ വർഷം ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫീൽഡിലുള്ള കോൺടാക്ട്സ് എനിക്കില്ലായിരുന്നു. അപ്പം അവരിൽ നിന്നാണല്ലോ എനിക്ക് വർക്ക് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് അസോസിയേഷന്റെ മീറ്റിംഗിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് അസോസിയേഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പൊ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, വേഗം ജോയിൻ ചെയ്യുക പറഞ്ഞിട്ട്. സോ ദാറ്റ് എനിക്ക് കുറെ ആൾക്കാരുടെ കോണ്ടാക്ട്സ് കിട്ടും. അതുവഴി എനിക്ക് ബിസിനസ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ എംടെക് കഴിഞ്ഞതാ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് എബ്രോഡ് പോയി, കുറെ പേര് വേറെ ആരും സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ, സ്വന്തമായിട്ട് ഓണായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പം ഞാനൊരു പുതിയൊരു പാത്താണ് ചൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു റിസ്ക് ആണ്, പക്ഷെ സെറ്റായ സൂപ്പറാണ്. അങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ ലൈഫിൽ. അതെ. അപ്പം അതിന്റെ കാര്യത്തിൽ എനിക്കൊരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ്മെന്റ് ഉണ്ടായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ ഫേസ് ചെയ്ത ഒരു ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ എനിക്കൊരു ഒരു ഗൈഡ് വേണമല്ലോ, നമുക്കൊരു മെന്റർ വേണമല്ലോ. കുറച്ചും കൂടി ഈസി ആവുമല്ലോ ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പൊ എനിക്കൊരു മെന്ററിനെ കിട്ടി. മെന്ററിന്റെ ഒരു കോഴ്സിന് ഞാൻ ചേർന്നിട്ടുണ്ട്. സോ അതും എനിക്ക് കുറച്ചും കൂടെ എന്റെ 2 കരിയറിന്റെ 2 ഇതും സെയിം ആണ്. ബേസ് എന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ തന്നെയാണ്. ഈ 2 എണ്ണത്തിലും എനിക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റി. എന്തിന്റെ കോച്ചിങ് ആണ് നിങ്ങളുടെ? ഇതിന്റെ ആണോ? സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ എംടെക് കഴിഞ്ഞതാ. അപ്പൊ ഇപ്പൊ സിവിൽ കഴിഞ്ഞ ആൾക്കാർക്കൊന്നും വലിയ ശമ്പളം ഇല്ലല്ലോ. അപ്പൊ അതിന്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇല്ല.
അപ്പോൾ ആ പ്രാക്ടിക്കൽ നോളജ് നോളജ് ഇൻക്രീസ് കിട്ടാൻ ചെയ്യാനും അവർക്ക് ഇപ്പം നോളജ് ഉണ്ടെങ്കിൽ എന്തായാലും കമ്പനീസിൽ നിന്ന് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ ആ ഒരു 0 to 3-4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആ ഒരു ഇതിലുള്ള സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് ഒരു ഓൺലൈൻ കോഴ്സിന് വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാ ലോഞ്ച് ചെയ്യുന്നത്, അതിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. എന്റെ നോളജ് ഉണ്ട്, പക്ഷെ അത് എത്തിക്കാൻ അഡ്വർടൈസിംഗ് ഇംപ്ലിമെന്റ് അറിയില്ലല്ലോ. ചെയ്യുന്ന അറിയില്ലായിരുന്നു. ഇതിന് എനിക്ക് ഒരു മെന്ററിനെ കിട്ടിയിട്ടുണ്ട്. അവരുടെ 3 days ഒരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഇപ്പൊ അവരുടെ ഒരു 3 monthsന്റെ കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരെന്നെ എല്ലാത്തിനും ഗൈഡ് ചെയ്യും. സോ എനിക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പൊ സോ രണ്ട് അതൊരു കരിയറിന്റെ കാര്യത്തിന് വന്നു. ഓൾറെഡി നമ്മളടുത്ത് പറഞ്ഞു കരിയറിനാണ് വന്നതെങ്കിൽ റിലേഷൻഷിപ്പ് അതെ നല്ല രീതിയിൽ ഹീലായി, ഹെൽത്തിൽ മാറ്റമുണ്ട്. അതെ അപ്പൊ 14th ഡേ ആകുമ്പോഴത്തേക്ക് കരിയറിലും നല്ലൊരു അടുത്ത സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി അല്ലെ? രണ്ട് വെക്കാൻ രീതിയിൽ പറ്റും. കോച്ചിങ് ആണെങ്കിലും അതെ നിങ്ങളുടെ ആ ഫ്രീലാൻസിന്റെയും രണ്ടിലൊരു ആ ഓപ്പർച്യൂണിറ്റി വന്നു അല്ലെ? ഗ്രേറ്റ് ഗ്രേറ്റ്. ഓപ്പർച്യൂണിറ്റി എനിക്ക് ഫ്രീലാൻസിലാണെങ്കിൽ വർക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എന്നെ അറിയണം. അതെ, അറിയപ്പെടാൻ കോണ്ടാക്ട് വേണ്ടിയിട്ട് വേണം അല്ലെ? കോണ്ടാക്ട്സ് വേണം. ആ കോണ്ടാക്ട്സിനുള്ള ഒരു സ്റ്റെപ്പ് ആയി ഇപ്പൊ നെക്സ്റ്റ്. കോണ്ടാക്ട്സ് കിട്ടി അല്ലെ? ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ ആ ഒരു രണ്ട് കാര്യത്തില് അങ്ങനെയുണ്ട്. പിന്നെ മാം പറയൂ. പിന്നെ മാം ഓ സോറി, താങ്ക് യു. എന്തോ ഒരു കാര്യം പറയാനുണ്ട് ആൾക്ക്. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ. പറയൂ. ബിസിനസിന്റെ അഫർമേഷൻസ് മാം ഇട്ടായിരുന്നു മാം. ഞാൻ മിസ്സസ് ആയിരുന്നു, ഗ്രൂപ്പിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അത് ഞാൻ മിസ്സായിട്ടാണോ? ഞാൻ ഇട്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അയക്കാം. ഓക്കെ മാം, ഓക്കെ. താങ്ക് യു. പിന്നെ വീട്ടിലെല്ലാവരും തമ്മിൽ നല്ല സ്നേഹം, ലൈക്ക് വഴക്കൊന്നുമില്ല. പിന്നെ ഡ്രൈവിംഗ് എനിക്ക് കുറെ ഇമ്പ്രൂവ് ആയി മാം. സാധാരണ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതാ, നന്നായി ഡ്രൈവ് ചെയ്യാനും പറ്റും. പക്ഷെ ബ്രദർ ആയിരിക്കും എന്റെ കൂടെ ഉണ്ടാവുന്നത്. അപ്പൊ അറിയാലോ, യൂഷ്വലി ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ. അപ്പം ഇതിപ്പോ ഞാൻ വണ്ടി കയറി, ഇതിന് മുന്നേ ഞാൻ വണ്ടി കയറി ഇരുന്നിട്ട് ഓപ്പണോ ചെല്ലും. അപ്പത്തേക്ക് പിന്നെ ഒന്നും പറയത്തില്ല. അവൻ നല്ല സൈലന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് സമാധാനത്തോടെ വണ്ടി ഓടിക്കാൻ പറ്റും. അതൊരു ഒരു കാര്യമാണ്. അപ്പൊ എല്ലാം ആയി അല്ലെ? ഹെൽത്ത് ആയി, റിലേഷൻഷിപ്പ് ആയി, കരിയർ ഓക്കെ ആയി കഴിഞ്ഞാൽ മണി എന്തായാലും വരും. അതുപോലെ കോൺഫിഡൻസ് കൂടി, ഡ്രൈവിംഗ് ഓക്കെ ആയി. ഗ്രേറ്റ്. എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല മേ ബി അപ്പുറത്ത് എത്തുന്നത്. പിന്നെ അറിയില്ലാത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് ആര് വന്നാലും എനിക്ക് എന്നെ ടോപ്പിക് ഇട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അതൊരു ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ മാം, ത്രോട്ട് പെയിൻ വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ മാം, എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മേ ബി അതായിരിക്കാൻ തോന്നുന്നു. പിന്നെ വേറെ എനിക്കൊരു പേഴ്സണൽ കാര്യം മാമോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാനൊന്ന് വാട്സപ്പ് ചെയ്താൽ മാമിന് ബുദ്ധിമുട്ടാവും? വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ 1 by 1 ആയിട്ട് റിപ്ലൈ ചെയ്തോളാം. അയച്ചിട്ടുള്ളൂ. ഓക്കെ, അതെനിക്ക് ഗ്രൂപ്പിൽ പറയുന്നത് കുഴപ്പമില്ല, പക്ഷെ അത് വേണ്ടാന്ന് ഓർത്തിട്ടാണ്. കുറച്ച് പേഴ്സണലാ. റിലേഷൻഷിപ്പ് ആണോ? റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ്. ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ മാം, ഓക്കെ. താങ്ക് യു. കൺഗ്രാറ്റ്സ് ഡിയർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റെനി, ഹായ്. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. നാൻസി തോമസ് ആണ് മൈക്ക് എക്കോ ഒക്കെ വരുന്നത്. റെനി പറയും. കേൾക്കുന്നില്ല റെനി. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ല. കുറച്ചുകൂടെ വോളിയം ഒന്ന് കൂട്ടാമോ? ഹെഡ്ഫോൺസ് റിമൂവ് ചെയ്യാമോ? ഹെഡ്ഫോൺസ് ഉണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. ക്ലാസ്സിൽ വന്നേ പിന്നെ ഞാൻ മുമ്പത്തേക്കാളും ഹാപ്പിയാണ്. അതേപോലെ കോൺഫിഡൻസ് ലെവല് ബൂസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് വരെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുള്ള അങ്ങനത്തെ എന്തെങ്കിലും തോട്ട്സ് വന്നാലും അതിൽ മുഴുകി പോവാതെ എന്താ പറയാ, ഇപ്പൊ മാഡം പറഞ്ഞില്ലേ 90 seconds അതിനുള്ള ആയുസുള്ളൂ. അപ്പൊ അത് അങ്ങനെ അതൊന്ന് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ മൂഡ് ആ ഒരു ഫ്ലോയിൽ പോവാതെ കുറച്ചുകൂടി അവെയർ ആയിട്ട് പോവാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കോൺഫിഡൻസ് കൂടി, അപ്പം ഇമോഷൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ലൈഫ് പോസിറ്റീവ് ആയി അല്ലേ? ഗ്രേറ്റ്. ഓൾ ദി ബെസ്റ്റ്. ദിവ്യ പറയും. ഹലോ, ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഞാൻ പറഞ്ഞ പോലെ എന്റെ സക്സസ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയുന്നതാണ്. അത് മെയിൻ ആയിട്ടുള്ള ഒരുപാട് ഹാപ്പിയാണ്, കുറച്ചുകൂടി ഈസി ഏറ്റവും ആയി വലിയ ലൈഫ് കാര്യം അന്ന് പറഞ്ഞതാണല്ലേ, ഹെൽത്ത് ചലഞ്ച്. അത് അതെ, ഹെൽത്ത് ചലഞ്ച്. സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ.
അതെ, അത് പിന്നെ ഞാനത് ഇങ്ങനെ ഇപ്പൊ പറയണോ, കാരണം ഇത്രേ അല്ലേ ആയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇതുവരെ പിന്നെ ആ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഹെൽത്ത് വൈസ് ഞാൻ അത്ര ഓക്കെ ആണ്. പിന്നെ എനിക്ക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇതുപോലെ ഉം, പല ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉം. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉം. ഇപ്പൊ ആഗ്രഹിക്കുന്ന ഫുഡെല്ലാം കഴിക്കാം. വാ. അങ്ങനെ ഹെൽത്ത് വൈസ് ഓക്കെ ആണ്. കാരണം പിന്നെ ഞാൻ മെയിൻ എനിക്കറിയാം ആയിട്ട് ഗട്ടിന് ചലഞ്ചുള്ള ഗട്ട് ഇഷ്യൂ ഉള്ള കുറെ ആൾക്കാരുണ്ട്. അവര് കുറെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റില്ല, ചൂസ് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആലോചിച്ചൊക്കെ വെറും 2-3 ആഴ്ച കൊണ്ട് ഇത്രയും മാറ്റം അല്ലേ? അതെ. ശരിക്കും നമുക്ക് എസ്പെഷ്യലി ഇവിടെ മിക്കവാറും ഹസ്ബൻഡിന് ഗോതമ്പാണ്. ചപ്പാത്തി, ഗോതമ്പ് ദോശ അങ്ങനെയാണ്. അപ്പം ഒരു വീട്ടിൽ തന്നെ പല പല ഫുഡ് ഉണ്ടാക്കൽ നടക്കില്ലല്ലോ. അപ്പൊ എനിക്ക് എപ്പോഴും ഈ ഗോതമ്പിന്റെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര റിലാക്സ് ആണ്. അതുകൊണ്ട് പല പല പിന്നെ ഞാൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണ്ട ടൈം. അതെ, ഓക്കെ. മെയിൻ ആയിട്ട് വന്നത് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒത്തിരി നാളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു വേണ്ടി. ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് മനസ്സിലായ കാര്യം, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടാവും. നമ്മൾ തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് എന്തൊക്കെയോ ചേഞ്ചസ് വരണം, അതിൽ നമ്മളായിട്ട് തന്നെ ട്രൈ ചെയ്യാനുണ്ട്. അങ്ങനെ നമുക്കൊരു മെന്ററുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഹസ്ബൻഡ് സപ്പോർട്ടാണ് ഫുള്ളി, പക്ഷെ എല്ലാ തീരുമാനവും ഞാൻ തന്നെ എടുക്കുന്നതാണ്. ഇങ്ങനെ ഒരു മെന്ററിന്റെ ആവശ്യമുണ്ടെന്നുള്ളതും, ഇതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനി വീണ്ടും ജോബിന് കയറാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെലവാക്കി ഞാൻ പഠിച്ചതാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് സ്റ്റേജിലായപ്പോ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ സമയമൊക്കെ ആയപ്പോഴേക്കും മെന്റലി ഭയങ്കര, നമുക്ക് അറിയാലോ, കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് എന്തോ ഒരു ചേഞ്ചസ്, എന്നിൽ തന്നെ എന്തോ ഒരു ചേഞ്ചസ് വേണം. അങ്ങനെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ശരിക്കും ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഞാൻ അതിനു മുമ്പ് ആണെങ്കിൽ ഇതുപോലെ ആർട്ടിക്കിൾസ് വായിക്കുമായിരുന്നു. പിന്നെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെ ബുക്ക്, അങ്ങനെ ഇതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പഠിക്കുമായിരുന്നു. എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു മാമിന്റെ ലൈഫിലൊരു വീഡിയോ ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ ഈ ക്ലാസ്? സത്യമായിട്ടൊന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഓൾറെഡി അടുത്ത മാസത്തേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതോ? അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് വേണ്ടത് ഇതാണെന്ന് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സപ്പോർട്ട്. പിന്നെ കരിയർ ഞാൻ പറഞ്ഞ അതിനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വ്യൂ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്കിങ്ങനെ മെയിൽ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ നമ്മുടെ കരിയറിന്റെ മെയിൻ ക്ലാസ് കഴിഞ്ഞിട്ട് 555 ടെക്നിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ അതിന്റെ 3rd ഡേ എനിക്ക് മെസ്സേജ് അയച്ചവള്, ഇങ്ങനെ ഒരു റെഫറൻസ് ഇങ്ങനെ റെസ്യൂമെ അയച്ചു തരൂ, ഇങ്ങനെ ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രോസസ്സിങ് നടക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ 8 ഒരു വർഷമായിട്ട് കരിയർ കരിയർ വൈസ് നോക്കി. സ്റ്റെക്കായി നിൽക്കുന്ന, കരിയർ നോക്കാത്ത ആളായിരുന്നു അല്ലേ? ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അതെ, 5 years ആയി. ഇപ്പൊ ബ്രേക്കിലാണ്. ഓ. ഒരു 3 year ആയി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി. അതിനു വേണ്ടി ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്റെ ഫുൾ എഫേർട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് വീട്ടിലിരിക്കുന്ന എല്ലാം അവർക്ക്, അതായത് നമ്മളിപ്പോ പോയി ഒരു കോഴ്സ് നമ്മൾ ഒരു കോളേജിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ വീട്ടിലിരുന്ന് നമ്മളായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് കുറെ അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ വന്നു. പിന്നെ ഫാമിലി ആണെങ്കിലും അവർക്കും തോന്നും ഇത്ര എമൗണ്ട് ഒക്കെ ഇട്ട് പഠിച്ച് ഇത്രയും നാളായി എന്നിട്ടൊന്ന് ജോബ് ആയില്ല, അങ്ങനെയൊക്കെ വരുമ്പോ അപ്പൊ ഈ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യണമെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് വേണം തോന്നി. അങ്ങനെ ഞാൻ തന്നെ ട്രൈ ചെയ്ത് എനിക്ക് യൂണിവേഴ്സ് കൊണ്ട് തന്നാണ് സത്യം പറഞ്ഞ സിവിറ്റി മാമിനെ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു മാം. കാരണം നമുക്കിപ്പോ പിന്നെ ഇതല്ല, പറയാം. ഇതൊക്കെ മെയിൻ ചേഞ്ചസ്. അത് കൂടാതെ എനിക്ക് ഒരുപാട് ലൈഫിൽ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. എന്റെ മോന്, അവന് സ്കേറ്റിംഗ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് സ്കേറ്റിംഗ് ഉണ്ട്. അപ്പൊ ആള് എന്നോട് പറഞ്ഞു ഞാൻ സ്കേറ്റിങ്ങിന് ജോയിൻ ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ജോയിൻ ചെയ്തു. നമ്മള് ഫീസ് അടച്ചു. അവൻ ഫസ്റ്റ് ക്ലാസ്സിൽ, അപ്പൊ അവന് സ്കേറ്റിംഗ് ഷൂവും ഇത് ഹെൽമെറ്റും ഇത് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഇയാള് പോയി അവിടുന്ന് സാറ് കാണിക്കുന്ന ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ കണ്ടു. അങ്ങനെ വന്നു. അപ്പൊ നമ്മൾ ഇവന് എല്ലാ കിറ്റുകളെല്ലാം വാങ്ങിച്ചു കൊടുത്തു.
എന്നിട്ട് അന്ന് അടുത്ത ക്ലാസ്സിന്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ ഒറ്റ കരച്ചിലാണ്, അമ്മ ഇന്ന് ഞാൻ പോകുന്നില്ല. അമ്മ സാറിനോട് പറയും എനിക്ക് സ്കേറ്റിംഗ് വേണ്ട. അപ്പൊ ഞാൻ വിളിച്ച് അടുത്തിരുത്തി എന്താണ് പ്രശ്നം എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് മോന്റെ പ്രശ്നം. അപ്പൊ പറഞ്ഞു സാറ് നമുക്ക് ബിഗിനർ ആയിട്ടുള്ളവർക്ക് അവരെ പിടിച്ചൊക്കെ ചെയ്യണ്ടേ, പക്ഷെ അങ്ങനെ ചെയ്തില്ല, നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണു പോയാലോ, ക്യാൻസൽ പക്ഷെ അങ്ങനെ ഒരു ഇത് പറഞ്ഞു. പക്ഷെ അതെന്താന്ന് വെച്ചാൽ ഓൾറെഡി അവര് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ആണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ അവനെ വിളിച്ചിരുത്തി, "നീ ഇങ്ങനെയാണ്, നീ വിഷ്വലൈസ് ചെയ്തോ, നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്നത് പോലെ, സാറ് നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യും." 3-ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞാണ്. അപ്പൊ അവന് അത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഞാൻ അവനെ ഇരുത്തി അവനെ പറഞ്ഞു കൊടുത്ത് ഓപ്പൺ അപ്പ് പ്രെയർ ചൊല്ലിക്കൊടുത്ത് അവനത് ഏറ്റു ചൊല്ലി. അപ്പൊ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി അവനെ വിളിക്കാൻ പോകുന്ന സമയത്ത് അവൻ ഓടി വന്ന് എന്നോട് പറയും, എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഞാനിത് കണ്ടിന്യൂ ചെയ്യാണ് എന്ന് പറയുന്നു. ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടാ പോകുന്നത്. അതുപോലെ തന്നെ ഈവനിങ് ഞാൻ അവനെ പിക്ക് ചെയ്യാൻ പോയപ്പോ അവൻ ഓടി വന്നിട്ട് ഇതാണ് പറഞ്ഞത്, അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഈ സ്കേറ്റിംഗ് കണ്ടിന്യൂ പവർ ഓഫ് ചെയ്യാണ്. വിഷ്വലൈസേഷൻ അല്ലേ? അപ്പൊ അത് അവന് വീണ്ടും അവന് വേറെയും ചലഞ്ചസ് വരുമ്പോ അത് യൂസ് ചെയ്യാന്നുള്ള ഒരു എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കുഞ്ഞിനും കിട്ടി. കുട്ടികൾക്ക് പെട്ടെന്ന് വർക്കാവും, അവർക്ക് പെട്ടെന്ന് ഫ്രീക്വൻസി എത്താൻ പറ്റും. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കും. കാരണം അവർക്ക് അധികം ഇമോഷണൽ ട്രോമ ആ സമയത്ത് ഇല്ലല്ലോ, നമ്മളത്ര ഇല്ലല്ലോ. അതെ, അത് UKG പഠിക്കുന്ന അവന്റെ അനിയൻ അത് കാണുന്നുണ്ട്. അപ്പോ ഈ രാവിലത്തെ സംഭവം എല്ലാം അവൻ കാണുന്നുണ്ട്. വൈകിട്ട് ഇവന്റെ സന്തോഷവും കാണുന്നുണ്ട്. ഇവൻ വന്ന് പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അകത്ത് തന്നെ അവൻ അത്യാവശ്യം അവന് പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോ നെക്സ്റ്റ് ഇവൻ ബാഗും കിറ്റും ഒക്കെ എടുത്ത് പോകുമ്പോ അടുത്ത ക്ലാസ്സിൽ അപ്പൊ ഇളയാള് ചോദിക്കുകയാണ്, പ്രെയർ ഒക്കെ ചൊല്ലിയോ പോകുന്നത്, പ്രെയർ ഒക്കെ ചൊല്ലിയിട്ടാണോ പോകുന്നത് എന്ന്. അപ്പൊ അവർക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിലാക്കും. ആ ഒരു കോൺഫിഡൻസ്, എനിക്കൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കിട്ടുമല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഈസി ആയിട്ട് ഒരു കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രേറ്റ്. എല്ലാ രീതിയും ഹെൽത്തിന്റെ സക്സസ് സ്റ്റോറിയാണ് എന്നെ ഏറ്റവും ഞെട്ടിച്ചത്. അത് കൂടാണ്ട് കരിയറിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അല്ലെ? റിലേഷൻഷിപ്പും ഓക്കെ വരുന്നു, കുട്ടികളും ഓക്കെ. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം, കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ജോലി എല്ലാം ഓക്കെ ആയി വരുന്നു. അതും വെറും ഒരു 3 വീക്സ് ഉണ്ട് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പുറത്തുള്ള ആള് വിചാരിക്കും ഇതൊക്കെ നടക്കുമെന്ന് വിചാരിക്കും അല്ലെ? കാരണം അവർക്കൊക്കെ ഉപദേശിക്കാൻ പറ്റും. അതായത് നീ നാളെ തൊട്ട് കോൺഫിഡന്റ് ആവണം അല്ലെ, നല്ല രീതിയിൽ ചിന്തിക്കണം, ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ സാധ്യമാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ന്യൂറൽ പാത്വേ മാറ്റാതെ നമുക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസുകൾ നിങ്ങളെ വലിയ വലിയ ചേഞ്ചസിലോട്ട് എത്തിച്ച് അത് എന്താണ് 1 വീക്ക് ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എല്ലാവരുടെ ഫേസും ഭയങ്കര ഡള്ളായിരുന്നു, ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഇതൊക്കെ വർക്കാവോ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ആ കോൺഫിഡൻസോടെ, ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്മൈല് എല്ലാവരുടെ ഫേസിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് അല്ലെങ്കിൽ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കൺഗ്രാറ്റ്സ് ദിവ്യ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ജയമോൾ പറയൂ. ഹായ്, ഗുഡ് ഈവനിങ് മാം. ഹായ്. ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് ഒരു റീല് കണ്ടിട്ടാണ്. റീല് കണ്ടിട്ട് ഞാനത് അപ്പൊ എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ട് യൂട്യൂബ് പോയി സെർച്ച് ചെയ്ത് ഫുള്ള് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് ഇന്ന് ഫോളോ ചെയ്ത് നല്ലതായിരിക്കുമെന്ന്. അപ്പൊ ആളൊരു ഓൺലൈൻ സെഷന് എടുത്താതേ പറ്റുള്ളൂ, കാരണം ലേറ്റ് ആവും ഇവിടെ എത്താനായിട്ട്, ദുബൈയിലാണ്. അപ്പോൾ അതേ പറ്റുള്ളൂ. അപ്പൊ അത് റെക്കോർഡ് സെഷൻ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇത് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം, കാരണം എനിക്കൊരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇച്ചിരി പ്രശ്നമായിട്ട് ഇരിക്കുമായിരുന്നു, ക്യാൻസർ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു ലേഡീസ് സംഘടനയുടെ ഒരു സെക്രട്ടറി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതില് കുറെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേന് എന്നോട് അതിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാള് നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ആ ഇടപെട്ടിരുന്ന ആള് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ എനിക്ക് ആ നെഗറ്റീവ് ഭയങ്കരമായിട്ട് എന്നെയും അത് അട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ആ നെഗറ്റിവിറ്റി. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഞാൻ പറഞ്ഞതായിട്ട് അങ്ങ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം 2-3 പേര് എന്നെ കാണുമ്പോഴത്തേക്കിനും കുറെ ആൾക്കാർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ വന്നു അല്ലേ അവിടെ ആൾക്കാരുടെ ഇടയിൽ? അപ്പൊ എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ശ്വാസം മുട്ടലുണ്ട്. കാരണം നമ്മളോട് ചോദിക്കുന്നില്ല. അപ്പൊ അതൊരു ഭയങ്കര ഒരു ശ്വാസം മുട്ടലാണ്. കാരണം ഞാന് സിൻസിയർ ആയിട്ട് 100% നമ്മൾ ഇട്ടിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പള്ളിയിലൊക്കെ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ആൾക്കാരുടെ അടുത്ത് ഞാൻ റീലൊക്കെ കുറെ കോമഡി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്കാർ നമ്മുടെ അടുത്ത് പെട്ടെന്ന് കാണുമ്പോൾ ഓടി വന്ന് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ എങ്ങനെ മാറി മാറി പോകുന്നു. അപ്പൊ എനിക്ക് ഒരു ചെറിയ എന്തോ ഒരു നാട്ടിൽ പോയിട്ട് വന്നപ്പോ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ട് എന്താണ് ആൾക്കാരൊക്കെ ചെറിയ അകറ്റി നിർത്തുന്ന പോലെ അത്രയും നന്നായിട്ട് ഇടപെട്ടുന്നവരൊക്കെ മാറ്റി നിർത്തുന്നു. അപ്പോ എന്താണ് പേജിന്റെ നെയിം? എന്താണ്? സെലിബ്രിറ്റി എന്തോ ആണോ? പേജിന്റെ നെയിം എന്താണ് റീലൊക്കെ ചെയ്യുന്ന? അന്നാസ് ഫാമിലി കോർണർ. അന്നാസ് ഫാമിലി. ഇനി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഞങ്ങൾ ഫാമിലി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോമഡി ഒക്കെ ആയിട്ട് ഒരു എല്ലാവരും ഒരു ഹാപ്പി, എല്ലാവരും ഒരു നമ്മളെ കൊണ്ട് പറ്റുന്നത് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാനൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റില്ല. നമുക്കൊരു 30 സെക്കൻഡെങ്കിലും അത്രയും ഒരാൾ ഹാപ്പി ആയാൽ അത്രയും ഇതായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെ അങ്ങനെ ഒരു എല്ലാവരും സ്ട്രെസ് ഉള്ളൊരു ലൈഫല്ലേ. അപ്പം കുറച്ചു നേരം ഒരു ചിരിച്ചോട്ടെ എന്നൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടിട്ടാണെങ്കിലും നമ്മുടെ അടുത്ത് പെട്ടെന്ന് ആൾക്കാർ ഓടി വരുന്ന അത് കാണുമ്പോൾ എന്റെ ഏണിങ്സും അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല, അങ്ങനെയൊന്നും ഇത് ആക്കുന്നുമില്ല. ഇത് മാത്രം ഓർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം പക്ഷെ ഇത് ഈ വലിയ ആൾക്കാർ കാര്യല്ലേ? മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയ കാര്യല്ലേ? അത് മനസ്സിനൊരു ഹാപ്പിനെസ് ആണ്. അതെ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഈ ആൾക്കാർ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഓടി വരുന്നവരൊക്കെ മാറി പോകുന്ന എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്കൊന്ന് ഒരു 2-3 മാസത്തിൽ കൂടുതൽ എന്നെ ഇത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തു. ഈ നെഗറ്റീവ് തോട്ട്സ് ഭയങ്കരമായിട്ട് കയറി വരാൻ തുടങ്ങി. അപ്പൊ അത് ഞാൻ ഇങ്ങനെ പതിയെ എനിക്ക് തോന്നുന്നു ഡിപ്രഷൻ അങ്ങനെ ആയിട്ടില്ല. എന്നാലും ഒരു ഞാൻ ആ ഒരു ഹാപ്പിനെസ്സിന് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തു. എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ആ ഒരു ഇതിലോട്ടായി. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. ആള് എൻ്റെ അടുത്ത് സംസാരിക്കും ഇപ്പം. പക്ഷെ എനിക്ക് അവരെയൊക്കെ കാണുമ്പം എനിക്ക് ആ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ഭാരം അങ്ങ് ഇറങ്ങി മാറി. ഇപ്പൊ അതെ അതെ അതെ. ഇവര് ഗോസിപ്പ് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അത്രയും മാത്രം മതി. കാരണം അത് നമ്മൾ തന്നെ അത് ഒരു റിലീസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ അങ്ങ് ഫ്രീ ആയി. ബാക്കി അവർക്ക് നമ്മൾ സംഭവിക്കുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ എനിക്ക് അവരെ എന്ത് ചിന്തിച്ചാലും പ്രശ്നമില്ല എന്നുള്ളൊരു ഇത് എപ്പോഴെങ്കിലും എനിക്ക് അതിന്റെ ഒരു സന്ദർഭം ദൈവമായിട്ട് തരുമായിരിക്കും. അതിങ്ങനെ കാരണം നമ്മൾ സിൻസിയർ ആയിട്ടാണല്ലോ നിന്നിട്ടുള്ളത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് അത് മെയിൻ ആയിട്ട്. അതിന് എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ പണ്ട് ഉള്ളത് നമ്മുടെ പറയുന്ന പോലെ കാലചക്രം തിരിഞ്ഞു വരുന്നൊക്കെ പറയുന്ന പോലെ എപ്പോഴെങ്കിലും അതെ 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 തിരിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ മണിയുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഞാൻ ബിസിനസ് എനിക്ക് ഭയങ്കര പാഷനാണ്. ചെറുപ്പം മുതൽ ബിസിനസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോ നമുക്കൊരു ഇനി പറ്റുമോ പറ്റത്തില്ലേ അങ്ങനെ ഒരു ഇത്. ഇപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻസ് ഉണ്ട്. മുന്നോട്ട് പോകാൻ പറ്റും. ബിസിനസ് കൊണ്ടാണേലും മുന്നോട്ട് പോകാൻ പറ്റും, തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ മണിയുടെ കാര്യത്തിലായി നമ്മൾ പറയും എപ്പോഴും ഇങ്ങനെ ലിമിറ്റഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ ലിമിറ്റഡ് അതിൽ കൂടുതൽ ആഗ്രഹിക്കരുത് അങ്ങനെയൊക്കെ. ആ ഒരു മണി ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് ഇതാണ്. പിന്നെ സമയം ഒരുപാട് എടുക്കുന്നുണ്ട്, നിർത്തുക. കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ജയമോൾ എന്നാണല്ലേ ഫുൾ നെയിം? ജയമോൾ ജയ. ഓക്കെ. അപ്പൊ നമുക്ക് ബിസിനസ് ചെയ്യാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തടത്തുനിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, അത് വലിയ കാര്യമല്ലേ അല്ലേ? അതെന്റെ ഒരു ഭയങ്കര പാഷൻ, ഭയങ്കര ചെയ്യണം എന്നുള്ള ചെറുപ്പം മുതലേ ഉള്ള ഒരു ഇതാണ്, ഫയറാണ്. പക്ഷെ എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നമ്മൾ പറയുന്ന സാഹചര്യം ഒത്തുവരുന്നില്ല. അപ്പം ഇതിനി വരും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ആ പേജിന്റെ താങ്ക് യു ലിങ്ക് ഒന്ന് എനിക്ക് അയച്ചു തരണേ. സെൻഡ് ചെയ്ത്. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരാൾ സക്സസ് സ്റ്റോറി പറയുമ്പോൾ ബാക്കി എല്ലാവരും ഒന്നെങ്കിലും മുകളിലോട്ട് നോക്കി നിൽക്കുന്നല്ലേ വേറെ എന്തെങ്കിലും ചെയ്യുന്നത്. കാരണം അവരുടെ സ്റ്റോറി അല്ലേ ഞങ്ങളുടെ സ്റ്റോറി അല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് നിങ്ങൾ ആരും. ആ ഒരു സെയിം ബോഡി ലാംഗ്വേജ് തന്നെ മാച്ച് ചെയ്യാൻ നിൽക്കുക. ആ സെയിം ഫ്രീക്വൻസി നിങ്ങളിലേക്കും വരണം അല്ലേ? അവരെ പേരെടുത്ത് നമ്മൾ കൺഗ്രാജുലേഷൻ പറയുമ്പോൾ അവരുടെ ലൈഫല്ലേ, എനിക്കൊന്നും നേട്ടമൊന്നും ഇല്ലല്ലോ, അങ്ങനെയാണോ? ആർക്കും നേട്ടം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇതിൽ വന്നിട്ട്? സക്സസ് സ്റ്റോറി ഇല്ലാത്ത, ഐ മീൻ ചെറിയ രീതിയിലുള്ള മാറ്റം പോലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല.
ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകിൽ ക്ലാസ്സിൽ വരുന്നേ ഉണ്ടാവില്ല, ഇന്ന് വന്നതായിരിക്കും ആദ്യമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പ്രാക്ടീസേ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ മാറ്റം ഉണ്ടാവില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അശ്വതി ചന്ദ്രബോസ് തിരക്കിലാണോ? പറഞ്ഞോളൂ. ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്യാണ്, അതാണ് അങ്ങനെ ഇരുന്നത്. ആണോ? എന്നാ കുഴപ്പമില്ല, ഓക്കെ, റേസ് ഹാൻഡ്. കുഴപ്പമില്ല, വർക്ക് ഫ്രം ഹോം ആണ്. പറഞ്ഞോളൂ. ഉം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അന്ന് മാം ഇങ്ങനെ പറയണ്ടായിരുന്നില്ലേ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അതില് എന്തൊക്കെ ബിസിനസ് ആക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ UK വന്നിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഇവിടെ ഈവൻ ഫ്രണ്ട്സിന് അത് ഇഷ്ടം കൊണ്ട് ചെയ്യാനാണ് വിചാരിച്ചത്. ബട്ട് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും സംസാരിച്ചപ്പോ അവരാദ്യം കുട്ടികളെ എനിക്ക് തരുന്നില്ലായിരുന്നു പഠിപ്പിക്കാനായിട്ട്. ബട്ട് എന്റെ മോള് ഇവിടെ റിസപ്ഷനിലാണ് പോകുന്നത്. ബട്ട് ആളുടെ പെർഫോമൻസ് അത്ര ഇതായിരുന്നില്ല ആദ്യമേ. അതായത് ഇപ്പൊ നമ്മള് വീട്ടിൽ മലയാളം ടോക്ക് ചെയ്യുന്നു, ഇംഗ്ലീഷാണ് ഇവിടെ, അപ്പൊ കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. ബട്ട് അവള് ഈ തവണ ബെസ്റ്റ് കിഡ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചു. അപ്പൊ അപ്പൊ ഈ മുമ്പ് എന്നെ റിജക്ട് ചെയ്തിരുന്ന ഫ്രണ്ട്സ് എന്റെ അടുത്ത് അവരുടെ കുട്ടികളെ വിടാൻ തുടങ്ങി. ലൈക്ക് കുറച്ച് ഇവരെയും കൂടി പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മളുടെ എന്തൊക്കെയോ നെഗറ്റീവ് എനർജിയും ഉണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ കുട്ടികളെ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ആവുന്ന സമയത്ത് അവരുടെ ലൈഫും ചേഞ്ച് ആവാൻ തുടങ്ങും. അതെ അതെ അതെ. പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ ഈ കുട്ടികൾ, ഇവളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവള് വായിക്കാനൊക്കെ മടിയായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ ഇവളെ കൊണ്ടും ഇങ്ങനെ പ്രയർ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ലൈക്ക് അറിയില്ലായിരിക്കും അവൾക്ക് അതിൻ്റെ ഇത്. ബട്ട് നമ്മൾ പ്രയർ ചെയ്യുമ്പോൾ ഓപ്പൺ പ്രയർ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ അവള് പ്രയർ ചെയ്യാൻ പറയുമ്പോ അതാണ് ആദ്യം ചൊല്ലുക. ഓ, ഇപ്പോഴേ പഠിച്ചല്ലേ. നമുക്കൊന്നും ആ സമയത്ത് ഈ പ്രേയർ എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ശരിക്കും നല്ല അതെ കാര്യമാണ് കുട്ടികൾ ഇപ്പോഴേ താങ്ക് യു പറയുന്നു, സോറി പറയുന്നു, അല്ലെ? അതെ എന്താണ് ഐ ലവ് യു എന്ന് പറയുന്നത്. ഇത്രയും ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലെ വേർഡ്സ് ഇപ്പോഴേ അവരെ ഹീലിംഗിലേക്ക് മാറ്റി അവരുടെ ലൈഫ് തന്നെ വലിയ രീതിയിൽ സക്സസ് ആവും. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഈ ലാസ്റ്റ് വീക്കിൽ എന്റെ പെർഫോമൻസ് കമ്പനിയിൽ നോക്കുവാണെങ്കിൽ, ഞാൻ ഒരു ലോങ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഈ ജോലിയിലേക്ക് കയറുന്നത്. 2019 എനിക്ക് ജോബ് നഷ്ടപ്പെട്ടതാണ്, ക്യാൻസൽ. അത് കഴിഞ്ഞിട്ട് 24 എനിക്ക് ജോബ് കിട്ടുന്നത്. ഗ്യാപ്പ് വന്നു അല്ലേ? ഇത്രയും ഗ്യാപ്പ് വന്നു. അപ്പൊ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ബട്ട് ഗോഡ്സ് ഗ്രേസ് കാരണം കിട്ടി. അത് കഴിഞ്ഞ് എന്റെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു. ബട്ട് അത് എന്താ പറയാ, നമ്മൾ പറയുന്നത് ആളുകൾ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെയൊക്കെ ഇഷ്യൂ ആയിരുന്നു. എനിക്ക് അറിയില്ലാത്തോണ്ടല്ല, ബട്ട് അത് ആളുകൾ ഇങ്ങനെ എന്താ പറയാ, നമുക്കിങ്ങനെ വളച്ചൊടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമായിരുന്നു. ബട്ട് അങ്ങനെയുള്ള ആൾക്കാർ പോലും ഇപ്പൊ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്റെ ഇഷ്യൂസ് കൂടുതൽ കണ്ടുപിടിച്ചോണ്ടിരുന്ന ആ ഒരു ഇതായിരുന്നു. അതായത് ചെറിയ കാര്യങ്ങളാണേലും, ഇപ്പം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ അതൊരു ബിഗ് ഇഷ്യൂ ആകുക, അതൊക്കെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഇപ്പൊ ഞാൻ ആളുകളുടെ ഫയൽസ് റിവ്യൂ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് നമ്മൾ അങ്ങോട്ട് റിവ്യൂ ചെയ്യാൻ തുടങ്ങി അല്ലേ? അത് തെറ്റാണ്. ഇത് ഇങ്ങനെ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ മാനേജർ എന്നെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നീ ഇത് ചെയ്ത് നോക്ക്, ഇത് നോക്ക്, നീ എന്തെങ്കിലും കാണാൻ പെർഫോമൻസ് മോശാന്ന് പറഞ്ഞെടുത്തുനിന്ന് നമ്മൾ ആൾക്കാരുടെ ഫയൽസ് ഒക്കെ റിവ്യൂ ചെയ്യാൻ തുടങ്ങി അല്ലേ? അതെ അതെ. അത് ഈ 1 വീക്കിലുണ്ടായ ഒരു ചേഞ്ച് ആണ്. ഓക്കെ, 1 വീക്കിലുണ്ടായ ചേഞ്ച് ആണ്. ഓ മൈ ഗോഡ്. അതെ. ഓക്കെ, കൺഗ്രാറ്റ്സ്. അപ്പൊ കരിയറിൽ ഇത്രയും ഗ്യാപ്പ് വന്ന ആൾക്കാരൊന്നും വിഷമിക്കേണ്ട. അശ്വതിന്റെ ലൈഫ് കണ്ടില്ലേ അല്ലെ? കരിയർ നഷ്ടപ്പെടുന്നുള്ള അടുത്തുനിന്ന് തന്നെ ആ ഏറ്റവും നല്ല. അതെ, ഞാൻ ഈ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പും ഞാൻ 2019 സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് ഞാൻ ഭയങ്കര ടോട്ടലി നെഗറ്റീവ് ആയിരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് എന്റെ ജോലി പോയത്.
അത് കഴിഞ്ഞ് ഇങ്ങനെ സംഭവിച്ചതെല്ലാം നോക്കുമ്പോൾ കറക്റ്റ് ആണ്. ഞാൻ ഒരു ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് ശരിയായിരുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് പാറ്റേൺ ഒരു പോയപ്പോ മാറി. അതെ മാറി ഇപ്പം. ഓക്കെ, കൺഗ്രാറ്റ്സ്. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്ലാപ്പ് ചെയ്തേ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. Congratulations. Congratulations. Ma'am. താങ്ക് യു സോ മച്ച്. Congrats. Congrats, ma'am. Congrats. Congrats. ഓൾ ദ ബെസ്റ്റ്. Yes. ഓക്കെ, ഇനി നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നവർക്ക് പറയാം സക്സസ് സ്റ്റോറി. ബാക്കി എല്ലാവരും ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 4 കോളാക്കുക. വേണമെങ്കിൽ പേഴ്സണാലിറ്റി ഇടാം. ഓക്കെ, പേഴ്സണാലിറ്റിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വന്നു, സംസാര രീതി, വേ ഓഫ് ടോക്കിംഗ്, കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, ക്ലാരിറ്റി, സംസാരിക്കുന്നതിലുള്ള ക്ലാരിറ്റി, ലിസണിങ് കപ്പാസിറ്റി, ഇതൊക്കെ കൂടിയിട്ടുണ്ടോ? അപ്പോൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, പേഴ്സണാലിറ്റി, ഇതിലൊക്കെ നിങ്ങൾ ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ഇടുന്ന വില എത്രയാണെന്ന് ഇടുക. മുന്നേ നമ്മൾ ഔട്ട് ഓഫ് 10 എന്താണ് ബിലോ 5 ഒക്കെ ആയിരിക്കും എല്ലാ ഏരിയയിലും കൊടുത്തിട്ടുണ്ടാവും. ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാ ക്ലാസ്സിലും ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പം എനിവേ ഇപ്പം നിങ്ങൾ എത്ര സ്കോർ കൊടുക്കും എന്നുള്ളത് എഴുതുക. അതുപോലെ ഓരോ ഏരിയയിലും നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യുക, ഒന്ന് എഴുതുക എന്തൊക്കെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോളൂ. ഹായ് പ്രണവ്, പറയൂ. ഹായ്, ഹായ്, പറഞ്ഞോളൂ. ഞാൻ ദുബായിൽ സെയിൽസിലെ വർക്ക് ചെയ്യുന്നത്. എവിടെയാണ്? ദുബായിൽ അൽക്കൂസിൽ ഓഫീസ്. ഓക്കെ, എന്തിന്റെ സെയിൽസാ? സേഫ്റ്റി പ്രൊഡക്ട്സ്. ഓക്കെ ഓക്കെ, മുന്നേ സംസാരിച്ചിരുന്നോ നമ്മള് ക്ലാസ്സിലില്ല? രണ്ടു വട്ടം. ഓക്കെ ഓക്കെ. അപ്പോ ഇതുപോലെ ഇടയ്ക്ക് സെയിൽസിന്റെ പ്രഷർ വരും. എന്നാലും പിന്നെ ചില സമയത്ത് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബില് ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ് കൂടുതൽ ഇരുന്ന് കാണും. ഇത് കിട്ടുമല്ലോ ആ നേരത്ത്, നമ്മ മൈൻഡ് ടോട്ടലി ഡൈവേർട്ട് ആയി പോകും. അതെ 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 അതെ. അപ്പൊ അങ്ങനെ മറ്റേ ഒറിജിനൽസ് എന്നുള്ള ചാനലും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും മാഡത്തിന്റെ ഇന്റർവ്യൂ കണ്ട്, പിന്നെ വേറെയും ഇന്റർവ്യൂ കണ്ടു, പിന്നെ റീൽസ് ഇങ്ങനെ വന്നു തുടങ്ങി കാണുമ്പോഴൊക്കെ. ഞാൻ ഇതുവരെ വന്നു അല്ലേ എന്റെ വീഡിയോസ് ഒക്കെ? അതെ അതെ. പിന്നെ ഞാൻ ഇതുപോലെ വേറെ കോഴ്സിലോ ക്ലാസ്സിലോ ഒന്നും ഇതുവരെ ഞാൻ ജോയിൻ ചെയ്തില്ല. എന്റെ ഫസ്റ്റ് ക്ലാസ്സാ. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി അറിയുന്നത് അല്ലേ? അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഞാൻ കേട്ടത് ആദ്യമായിട്ടാ. അപ്പൊ അങ്ങനെ ഞാൻ അത് കേട്ടപ്പോ ഓക്കെ കൊള്ളാലോ, ആ ഇന്റർവ്യൂ കണ്ടപ്പോ അപ്പൊ അങ്ങനെ പിന്നെ ജോയിൻ ചെയ്തതാണ്. അന്നെ ജോയിൻ ചെയ്തു. അപ്പൊ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് എനിക്ക് എന്റെ ഒരു വ്യൂ പോയിന്റിൽ ഉണ്ടായിരുന്ന ലൈഫല്ല ഇപ്പോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് തെറ്റിദ്ധാരണകളും കുറെ കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. പിന്നെ പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ മിണ്ടാതിരുന്നതാ. എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഒരുപാട് എന്താ പറയാ പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് നടന്നാലും ഓക്കെ ഇനി വരുന്നോടത്ത് വെച്ച് കാണാലേ, അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ജോലിയെ സംബന്ധിച്ച് ഇപ്പൊ കരിയറിന്റെ ഇത് പറഞ്ഞപ്പോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി നോട്ടീസ് പീരീഡിലായതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് അങ്ങോട്ട് ഇത് കൊടുക്കണില്ല ജോലി ഇപ്പോൾ ഉള്ളതിൽ. പീരീഡിലേക്ക് പോയത് പിന്നെ റെസിഗ്നേഷൻ ഇട്ടത് ഇതിൽ വന്നതിന് ശേഷമാണോ? അല്ല, അത് മുൻപ് ഇതുപോലെ എന്നെ ഇങ്ങോട്ട് ഒരു ഇത് വിളിച്ചതാ, ഒരു ഓണർ ഇതുപോലെ തന്നെ സേഫ്റ്റി പ്രൊഡക്ട്സ് തന്നെ. അവർ എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഇപ്പൊ ഇവിടെ കയറിയിട്ട് അധികം ആയിട്ടില്ല, ഒരു 8 മാസം ആയിട്ടുള്ളൂ. അപ്പൊ ആളെന്നെ പറഞ്ഞു ഓക്കെ നമുക്കൊരു കോഫി കുടിച്ച് സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞു വിളിച്ചു. അങ്ങനെ വിളിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആള് പറഞ്ഞു എന്നാ ജോയിൻ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോ ഓക്കെ കുഴപ്പമില്ലാത്തൊരു ഇത് തോന്നി. അപ്പൊ അങ്ങനെ ഓക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഓൾറെഡി ഉള്ളവർക്ക് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഇപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ വേറൊരാൾ ഹയർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു 3 months നിൽക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ 3 months ആയിട്ട് ഞാൻ നോട്ടീസ് പീരീഡിലായിരുന്നു. ഈ മാസം ലാസ്റ്റ് 31 വരെ ഇവിടെ വർക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു കാര്യം ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡ് പവറോ അതിനെപ്പറ്റി ഒന്നും സെർച്ച് ചെയ്യാത്ത എന്റർടൈൻമെന്റ് ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആള് ആക്സിഡന്റലി ഇവിടെ എത്തിപ്പെട്ടു അല്ലെ? അപ്പൊ എത്തിപ്പെട്ടത് നന്നായി തോന്നുന്നുണ്ടോ ഇപ്പൊ? തീർച്ചയായും നല്ല കാര്യം. ഓക്കെ,
പിന്നെ എല്ലാ രീതിയിലും മാറ്റങ്ങളുണ്ട്. പേഴ്സണലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പേഴ്സണലി ഒരുപാടുണ്ട്. അതായത് മുൻപ് ഈ പറഞ്ഞ പോലെ ജോലിയിലെ ഒരു പ്രഷർ വരുമ്പോൾ വീട്ടില് ഈ പറഞ്ഞ പോലെ ചെറിയ രീതി ഞാൻ അധികം ദേഷ്യപ്പെടലല്ല, അധികം മിണ്ടാണ്ടിരിക്കാനൊക്കെ ശ്രമിക്കും കൂടുതൽ. ഇവരെ വീട്ടിൽ വൈഫിന്റെ അടുത്തൊക്കെ അതായത് ഞാൻ ആ ഒരു ജോലിയിലെ പ്രഷറിൽ തന്നെയായിരിക്കും ചിലപ്പോ. അപ്പൊ ഇവര് പറയുന്ന കുറെ കാര്യങ്ങൾക്ക് എനിക്ക് എന്റെ മൈൻഡ് അങ്ങോട്ട് എത്തൂല, ആ രീതിയിലിരിക്കും ഞാൻ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കൊറോണ സമയത്ത് മറ്റേ ചൂടുവെള്ളത്തില് ചെറുനാരങ്ങ കുടിക്കണം അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഞാൻ കഴിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് നെഞ്ഞരിച്ചില് ഭയങ്കരമായിട്ട് വന്നിരുന്നു. അപ്പൊ അത് പക്ഷെ പിന്നീട് അത് മാറ്റാൻ പറ്റാത്ത ഇതായി പോയി. മുൻപ് ഒമ്മീന്ന് അറിയുന്ന മരുന്ന് നിന്ന് പിന്നെ അത് ഇങ്ങനെ കൂടി കൂടി വരാം. രാവിലെ നമ്മ പുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ഒരു 11 മണിയാകുമ്പോൾ ഭയങ്കര ഇത് വരും, ഒരു നീറ്റം പോലെ ഹാർട്ട് ബേണിംഗ് എന്ന് പറയും, ഭയങ്കര ഇതായിട്ട് വരും. അങ്ങനെ 2-3 വട്ടം എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡെയിലി മരുന്ന് കഴിക്കണം രാവിലെ വെറും വയറ്റില്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇത് ഞാൻ കുറച്ചു, അതായത് 2 ദിവസം കൂടുമ്പോ പിന്നെ എനിക്ക് ചെറുതായിട്ട് തോന്നും അത് വരുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോ അതിന്റെ ഏറ്റവും ഡോസ് കുറഞ്ഞുണ്ട് 20. അപ്പൊ അത് കഴിക്കും ജസ്റ്റ്. അതും പതുക്കെ മാറ്റിയെടുക്കണം. ബിലീഫ് ആണ് മാറില്ല എന്നുള്ളത്. അത് മെല്ലെ മെല്ലെ മാറ്റിയാ മതി. എല്ലാം മൈൻഡിന്റെ കളിയാ. അതെ. അപ്പൊ അതാ മറ്റേത് ഡെയിലി ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് കഴിക്കാണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അതെ അതെ. ഇപ്പൊ 2 ദിവസമൊക്കെ പിടിച്ചെടുക്കാൻ കഴിച്ചാലേ മാറുള്ളൂ എന്നുള്ള ഒരു ഇതായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ മറ്റേ മേഡം പറഞ്ഞ പോലെ പാർക്കിങ്ങിന്റെ കാര്യമൊക്കെ ശരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എവിടെ പോയാലും ഇപ്പൊ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എസ്പെഷ്യലി ദുബായില് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കിട്ടാൻ? അതെ. ഞായറാഴ്ച ഞങ്ങൾ ഇതുപോലെ ജബലയിലെ അമ്പലത്തിൽ പോയിരുന്നു. അവിടെ ഈ പള്ളികളും അമ്പലവും എല്ലാം കൂടി ഞായറാഴ്ച ഭയങ്കര തിരക്കല്ലേ. പക്ഷെ അവിടെ നമ്മൾ ചെല്ലുമ്പോ കറക്റ്റ് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായി. അപ്പൊ അങ്ങനെ കുറെ. പിന്നെ ഈ ലിഫ്റ്റിൽ വെച്ചിട്ടൊക്കെ അറിയാലോ, ലിഫ്റ്റിൽ എല്ലാവരും എയർ പിടിച്ച് നിൽക്കാം. അപ്പൊ ഇന്നലെ ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു ഓരോരുത്തര്, ഇങ്ങോട്ട് സംസാരിക്കാനും ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും വഴിതെറ്റി വന്ന പ്രണവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അല്ലേ? പിന്നെ വൈഫ് ഇതുപോലെ ഒരു പേജ് ഉണ്ടായിരുന്നു ഇവിടെ വന്ന പിന്നെ ജസ്റ്റ് മറ്റേ ഗിഫ്റ്റ് ഹാമ്പറിന്റെ ഒരു പരിപാടി നോക്കി നാട്ടിൽ നിന്ന് ഓർഡറുകൾ എടുത്തിട്ട് ഇവിടെ സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കണതില്ലേ. അപ്പൊ അതിപ്പോ വൈഫും ഇതുപോലെ റെക്കോർഡ് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട്. എന്താ പേര്? അത് ഹസ്താക്ഷര. ഓക്കെ. അപ്പൊ ഫാമിലി വൈഫിന്റെ പേരാ? വൈഫിന്റെ പേര് പേജ് ഹസ്താക്ഷര. അല്ല, വൈഫിന്റെ പേര് ഗായത്രി. ഗായത്രി. ഓക്കെ ഓക്കെ. ഗായത്രിയോടും പ്രാക്ടീസ് ചെയ്യാൻ പറയുക. അത് നിങ്ങളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഹസ്ബൻഡും വൈഫും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് അടിപൊളിയായി, സെക്യൂറായി. നെക്സ്റ്റ് മന്ത് ഇപ്പൊ ഞാൻ റെക്കോർഡ് ക്ലാസ് ആവും. കാരണം ഉണ്ണിണ്ട് ചെറുത്, 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവളെ നോക്കണം. അപ്പൊ വൈഫ് എന്തായാലും ലൈവ് ക്ലാസ്സിലിരിക്കും. നിങ്ങൾ ഒരാള് റെക്കോർഡാകുമ്പോ ഒരാള് ലൈവ്, അങ്ങനല്ലേ? അതെ, കാരണം രണ്ടുപേരായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഉണ്ണി പ്രശ്നമാണ്. പിന്നെ എന്റെ 2 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമ്മൾ മാറുമ്പം ഫ്രണ്ട്സും മാറട്ടെ, ഒരുമിച്ച് കൂടെ ഉള്ളവർ മാറട്ടെ എന്നുള്ള ഒരു തീരുമാനം അല്ലേ? ചില ആളുകൾ ഞാൻ മാത്രം മാറിയാൽ മതി എന്നല്ലേ? അങ്ങനെയല്ല, നമ്മളൊപ്പം ഉള്ളവർ മാറിയാലേ നമുക്ക് ആ ഒരു ഫ്രീക്വൻസിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ആയാലും എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. All the best, Pranav. Thank you. Congratulations. Congrats, Pranav. Congrats. Congratulations. ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത് സജിത മാം പറയൂ. അഡ്വക്കേറ്റ് മാം പോയോ? സജിത മാം അൺമ്യൂട്ട് ചെയ്യാമോ? മാം പോയി തോന്നുന്നു. അനൂപ് സാർ ഹായ് പറയൂ. പിഞ്ചേട്ട നമസ്കാരം മാം. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, എനിക്ക് കാണാത്ത അതന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സോറി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റിയിരുന്നില്ല. കുറച്ച് വരുമ്പോൾ എല്ലാ ദിവസവും ലേറ്റ് ആവും, ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് കയറി നോക്കുക, കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ എല്ലാ ക്ലാസ്സിനേക്കാളും ഉപരി ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സക്സസ് സ്റ്റോറി കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതിലിപ്പോ പറഞ്ഞ ആ വിഷ്ണുഭായി എന്നെ പറഞ്ഞ ഒരു കാര്യം കേട്ടാൽ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്ര ഒരു ഹാബിറ്റ്, ആ ഒരു ഹാബിറ്റ് ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരാള് ഒറ്റ സുപ്രഭാതത്തിൽ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ. ഞാനത് അല്ലെങ്കിൽ ഒരു ഓരോരുത്തർ കാര്യം പറഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ, ഇല്ല ഞാൻ മറന്നു പോകും. വിഷ്ണു, ഞാനത് പറഞ്ഞോട്ടെ. വിഷ്ണു ലിറ്ററലി എന്റെ ക്ലാസ് ഒന്ന് കരഞ്ഞിരുന്നു. കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ട് എനിക്കും സങ്കടം വന്നു കണ്ടിട്ട്. കരയായിരുന്നു ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട്. അപ്പൊ ആക്ച്വലി മാം, വിഷ്ണുഭായ് പറഞ്ഞത് പുള്ളി അനുഭവിക്കുന്ന സന്തോഷത്തിനേക്കാൾ ഒരു 10 മടങ്ങ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതാണ് എനിക്ക് തോന്നണത്. അതെ കാരണം അതെ ആ വേർഡ്സ് അത്ര എന്താ പറയാ, അത്ര സന്തോഷം തന്ന വാക്കുകളാണ് പുള്ളി പറഞ്ഞത്. ഒരാളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ടേണിംഗ് പോയിന്റ് അല്ല, ലൈഫ് തന്നെ ടോട്ടലി മാറി എന്ന് പറയാൻ പറ്റും. അതെ. ആ ലെവലിലേക്ക് എത്തി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും അതെ കേട്ടോ, പറഞ്ഞ ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും നല്ല സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ പോയാലും ഞാൻ കുറച്ചു നേരമെങ്കിലും കയറായിരുന്നു. ഉം. ഈ നല്ല നല്ല വാക്കുകൾ കേൾക്കുക, നല്ല നല്ല വോയിസുകൾ ആസ്വദിക്കാൻ വേണ്ടി ഞാൻ കയറാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിലപ്പോൾ ലീവ് ആവും, ബാക്കി കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയായിരുന്നു. എനിവേ, എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ എനിക്കിപ്പോ വന്നൊരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 10-12 വർഷത്തിൽ മേലായിട്ട് ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഉം. ഇവിടെ തന്നെ, ദുബായിൽ തന്നെ. ഏഹ് സെയിം എനിക്ക് എൻ്റെ സെയിം കമ്പനി, സെയിം ടീം, ആളുകളൊക്കെ ഒരുപാട് അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ എനിക്കറിയില്ല, പെട്ടെന്ന് ഒരു മാസത്തോളമായിട്ട് ഞാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അനൂപ് ആരാണ് അല്ലെങ്കിൽ എന്താന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കത് ബ്രേക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ ഇപ്പൊ അതായത് അനൂപ് സാർ എനിക്കറിയില്ല. എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം സാറ് എപ്പോഴും പറയാറ്, ഓക്കെ എനിക്കിത് മതി, ആ ഒരു രീതിയിലാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. ഓക്കെ എനിക്കിപ്പം ഇങ്ങനെയാണ്, അപ്പൊ എനിക്ക് ഇതിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ ഒരാളായിരുന്നു. ഇതിൽ കൂടുതൽ അതെ 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 അതെ. പക്ഷെ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞപ്പോ മാം എനിക്കൊരു വാക്ക് പറഞ്ഞെന്നെ തിരുത്തിയിരുന്നു. അതാണ് എന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഒരു മാറ്റത്തിലേക്ക് വന്നത്. ഞാനിപ്പോ അങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്തോ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടണമെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ മാം എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് അനൂപ് സാറിൽ മാറ്റം വരാത്തെ, അത് ആദ്യം മാറ്റണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പൊ ഞാനത് ഒരിക്കലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു അത്. ആ ഒരു മാറ്റം വരുത്തേണ്ട ഒരു കാര്യം ഞാൻ ഒരിക്കലും എന്റെ മെമ്മറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മാം പറഞ്ഞതിന് ശേഷം എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഫീലായി. അതെന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു, മാറ്റേണ്ട ഒരു ഞാൻ കാര്യമായിരുന്നു പറഞ്ഞത് നമ്മളത്. കേട്ടായോ? അതെ അതെ, ഹേട്ടല്ല, ഒരിക്കലും ഹേട്ടല്ല ഇത്. പക്ഷെ അതെനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാ മനസ്സിൽ കൊണ്ടു. അതെന്തായാലും ഞാൻ അങ്ങനെയല്ല ചിന്തിക്കേണ്ടതായിരുന്നേ. റൈറ്റ് വേ മാം എനിക്ക് പറഞ്ഞു തന്നു. അതെ അതെ ഞാൻ ചിന്തിച്ചാർന്നത് ഒരു ബ്ലോക്ക് ആയിട്ട് നിന്നിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ. ആ ബ്ലോക്ക് എനിക്ക് അങ്ങോട്ട് തുറന്നു തന്നു. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സോഴ്സ് ആവണം നമുക്ക്. അല്ലെങ്കിൽ കിട്ടണതിൽ സാറ്റിസ്ഫൈഡ് ആവാതെ നമുക്ക് ഇനിയും വേണം എന്നുള്ള രീതിയിലേക്ക് വരണം എന്ന രീതിയിലേക്ക് എന്തായാലും എനിക്ക് മാറാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല ഞാനിത് ഇതിലേക്ക് തിരിഞ്ഞു പോകുമോ അല്ലെങ്കിൽ വിട്ടു പോകുമെന്ന് എനിക്കറിയില്ല. കാരണം അത്ര ഒരു അറ്റാച്ച്മെന്റ് നിൽക്കുന്ന ജോബാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് എൻ്റെത്. പക്ഷെ നിൽക്കണ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇത്ര പോരാ, എനിക്ക് എന്റേതായ ഒരു വാല്യൂ കിട്ടണില്ല എന്ന് ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങിയേക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത്, സാർ ആ ജോബിൽ ഫിറ്റ് അല്ല, ഇതിനേക്കാളും വലിയത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് മൈൻഡിൽ മേ നിന്ന് ബി ആവാം. ഞാനിത് വൈഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. സംസാരിക്കണം, പക്ഷെ കുറച്ചു നേരം ഇരുന്നിട്ട് സംസാരിച്ചിട്ട് എടുക്കുന്ന സബ്ജക്റ്റ് ആണിത്. അതുകൊണ്ട് പുള്ളിക്കാരിയായിട്ട് ആരോടും ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാനിപ്പോ മാമിനോട് പറയാണ്, ഇങ്ങനെ കാരണം ഒരു ഇവിടെ ടേണിംഗ് പോയിന്റ്. ദുബായില് നമ്മൾ ജോബ് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എല്ലാ രീതിയിലും. പേഴ്സണലി ആണെങ്കിൽ, കാരണം ഒരേ ടീമിന്റെ കൂടെ നമ്മൾ ഇത്രയും വർഷം നിന്നു, വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, വേറൊരു ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അത് ഫൈനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എല്ലാ രീതിയിലും. അല്ല, ഇത്ര വർഷത്തിനിടയിൽ എൻ്റെ ഒരു കോണ്ടാക്ട്സ് വെച്ചിട്ട് എൻ്റെ ഒപ്പം നിന്നായിരുന്ന, എൻ്റെ ജൂനിയറായിട്ട് നിന്നായിരുന്ന എൻ്റെ സീനിയർ ഒത്തിരി ആളുകൾക്ക് ഞാൻ പുതിയ വഴിവെട്ടി കൊടുത്തിട്ടുണ്ട്. അവർ പുതിയ ജോലിയിലേക്ക് കയറി ഇപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കുകയുണ്ട്. വർഷങ്ങളായിട്ട് പുതിയ ജോബിൽ പോയി ഇവിടെ വയൻ ചെയ്തിരുന്നതിന്റെ ഡബിൾ സാലറി അല്ലെങ്കിൽ ട്രിപ്പിൾ സാലറി വാങ്ങണ പല ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ പോലും എനിക്ക് അങ്ങനെ മാറി ചിന്തിക്കാൻ തോന്നിയിട്ടില്ല. ഞാൻ നിൽക്കുന്നത് അത്ര എന്താ പറയാ ഒരു സേഫ് സോൺ ആണിത്. ഈ സേഫ് സോൺ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്തോ തോന്നി. അപ്പൊ അതൊരു വലിയൊരു മാറ്റം തന്നെയായിട്ടാണ് എനിക്ക് തോന്നണത്. പിന്നെ മാമിന്റെ ഒപ്പം ഏകദേശം ജേണി തുടങ്ങിയിട്ട് ഒരു വർഷം ആവണു. അപ്പൊ അതിൻ്റെതായ ഒരു പ്ലസ് പോയിന്റ് എപ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കണ്ടല്ലോ. ഏകദേശം സെപ്റ്റംബർ വന്നാൽ ഒരു വർഷമായി അല്ലേ അനൂപ് സാർ? യെസ്, ലാസ്റ്റ് സെപ്റ്റംബറിലാണ് ഞാൻ വന്നത്. ഇനിയിപ്പോ ഇപ്പോ ഇച്ചിരി തിരക്കിലാ പോണത്. അതുകൊണ്ട് അടുത്ത ബാച്ചിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ജോയിൻ ചെയ്യും, പക്ഷെ ഈ പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂ കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. കാരണം പറ്റുമെങ്കിൽ ഇങ്ങനെ ജോയിൻ ഒരു ഇല്ലാതെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം, എല്ലാ സക്സസും നമ്മളെ അറിയിക്കുക. ഓക്കെ, അത് കുഴപ്പമില്ല മാം, അറിയിക്കാം, കുഴപ്പമില്ല.
അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ആവണത്. എന്തായാലും നല്ലതിനാവും എന്ന് വിശ്വസിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി നല്ലതിനാവുന്നല്ല, തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതിനാണ്, നല്ലതിന് തന്നെയാണ് അത്. വേറൊരു മാറ്റം. ഓക്കെ, എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യാമോ? Congrats, Anil sir. Thank you. ഓക്കെ, അനൂപ് സാർ എല്ലാ ബാച്ചിലും ഒരു റോൾ മോഡൽ ആയിരുന്നു. ഈ തവണ സാറിന് സമയമില്ലാത്തതുകൊണ്ടാണ് കൂടുതലും വരാൻ പറ്റാഞ്ഞത്. എന്നാലും സാർ വരുന്ന ദിവസമൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അടുത്തതാരാണ്? ആതിര പറയൂ. അഡ്വക്കേറ്റ് മാം വന്നോ? സജിത മാം വന്നോ? സജിത മാം പോയോ ഫോൺ അവിടെ വെച്ചിട്ട്? സജിത മാം. ഓക്കെ, ആതിര പറയൂ. ഹായ് മാം, ഹായ്, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇസ്രയേലില് യുദ്ധമൊക്കെ തീർന്നോ? ഇസ്രായേലിലെ യുദ്ധമൊക്കെ പിന്നെയും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ആണോ? പക്ഷെ നമുക്കൊന്നും പറ്റില്ല അല്ലേ? നമ്മൾ ഹാപ്പിയാണ്. നമുക്കൊന്നും ഒന്നും പറ്റിയല്ല. നമ്മള് വരുന്നിടത്തോട്ട് വരികയല്ല. ആദ്യമൊക്കെ പേടിയായിരുന്നു കേട്ടോ. ഭയങ്കര ഇറാന്റെ വന്നപ്പോ അറ്റാക്ക് വന്നപ്പം ഭയങ്കര വലിയ ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ ആയപ്പോ ഞങ്ങളുടെ അടുത്തൊക്കെ ഹിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഇവിടെ റൂമിലൊക്കെ ബൾബും അതും ഇതും ഒക്കെ പൊട്ടുകയൊക്കെ ചെയ്തു. അപ്പം ഭയങ്കരമായിട്ടൊന്ന് ഞെട്ടി. ബട്ട് ഇത് വരുമ്പോഴേക്കും അലാറം അടിക്കുമ്പോഴേക്കും ഞാൻ ഇരുന്ന് പ്രേയർ എല്ലാം തുടങ്ങും. അപ്പൊ എന്തായാലും വരില്ല. അപ്പൊ എന്തായാലും വരില്ല എന്ന് എനിക്ക് കോൺഫിഡന്റാ. ആതിര ഈ അങ്ങനെ ക്ലാസ്സിൽ വന്നിട്ടാണ് അയർലൻഡിലേക്കുള്ള വിസയ്ക്കൊക്കെ ഇതൊക്കെ റെഡി ആയത് അല്ലേ? ഇപ്പൊ അതെന്തായി? അത് ഓക്കെ ആയി മാം. അത് ജസ്റ്റ് അതിന്റെ പ്രോസസ്സ് നടക്കുക. അതിന്റെ അത് അവിടുത്തെ അഡ്വർടൈസ്മെന്റിന്റെ എന്തോ ഒരു ഇത് കാരണം അത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോണ്ട് ആയി. ഒരു മാസത്തേക്ക് മുന്നോട്ട് പോസ്റ്റ്പോണ്ട് ആയിപ്പോയി. ഓക്കെ, അതെന്തെങ്കിലും വേറെ നല്ലൊരു ഇതിനായിരിക്കാം പോസ്റ്റ്പോണ്ട് ആയത്. ആയിരിക്കാം. അങ്ങനെ മാമിനെ കാണുന്നില്ല. കാണുന്നില്ലേ? ഒരു മിനിറ്റ്. എന്തല്ല, എനിക്കത് എങ്ങനെയോ പിന്നായി പോയി. എനിക്കിത് ഇപ്പൊ കാണുന്നില്ലേ? ഇല്ല, എനിക്ക് പിന്നായിപ്പോയി വേറെ ആ ഒരു പ്രൊഫൈല്. അപ്പൊ എനിക്കിത് മാമിനെ കാണാൻ പറ്റുന്നില്ല. സാരല്ല, ഇറ്റ്സ് ഓക്കെ. പറഞ്ഞോളൂ. അപ്പോ എനിക്ക് സക്സസ് എന്ന് പറയാൻ എന്റെ എല്ലാ കരിയറിലാണെങ്കിലും എന്റെ ഹെൽത്തിലാണെങ്കിലും റിലേഷൻഷിപ്പ് വൈസിലാണെങ്കിലും എല്ലാ ഹെൽത്തിലാണെങ്കിലും ഹെൽത്തിൽ എനിക്ക് അങ്ങനെ ഒരു ചാലഞ്ച് എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്നാലും ചെറിയ 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 ചാലഞ്ചസ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ അങ്ങ് ഓക്കെ ആയി തുടങ്ങി. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ചേഞ്ചസ് വന്നത് എന്റെ കരിയറിലും എന്റെ റിലേഷൻഷിപ്പ് വൈസിലുമാണ്. ആക്ച്വലി എന്റെ ഹസ്ബൻഡ് എന്നുള്ളതൊരു നാർസിസിസ്റ്റിക് പേഴ്സൺ ആട്ടോ. അപ്പോ എനിക്ക് ക്യാൻസർ അപ്പം എനിക്ക് അതിൻ്റെ അകത്തുനിന്നൊരു പുറത്തോട്ട് വരണം എന്നുണ്ട്. പക്ഷെ ഞാൻ മാമിന്റെ പേഴ്സണൽ സെക്ഷൻ എടുത്തപ്പോ മാം കുറെ അഫർമേഷനും കാര്യങ്ങളും ഫോർഗീവ്നെസ്സും ഒക്കെ പറഞ്ഞു തന്ന് എനിക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലോട്ട് ഞാൻ എത്തി. ഞാനൊരു ഡിസിഷൻ എടുത്തു. അപ്പോ മാം പറഞ്ഞു, മാം 21 days മാം ഫോർഗീവ്നെസ് എഴുതിയിട്ട് ബാക്കി ഡിസിഷൻ എടുത്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റി. അപ്പം അതിലെനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ കരിയർ ഫ്രീക്വൻസി എല്ലാം ഒന്ന് മാച്ച് ആയി വന്നത്. അതിൻ്റെ അകത്ത് നിന്ന് എപ്പോൾ ഞാൻ പുറത്ത് വന്നു അപ്പൊ എനിക്ക് പുതിയ എന്താ പറയാ എന്റെ കരിയറിലോട്ട് വന്നു. എനിക്ക് എന്നെ തന്നെ കുറെ സെൽഫ് ലവ് ഇംപ്രൂവ് ആക്കാൻ പറ്റി, സെൽഫ് കോൺഫിഡൻസ് ചെയ്യാൻ പറ്റി. എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, കാരണം ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി എന്റെ ടൈമും എന്റെ മണിയും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ എന്റെ അക്കൗണ്ടിൽ 1 രൂപ ബാലൻസ് ഉണ്ടാവാറില്ല. സാലറി വന്നു അതങ്ങ് കഴിഞ്ഞു പോകും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു നല്ല എമൗണ്ട് എനിക്ക് ബാലൻസ് പിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു നാർസിസിസ്റ്റിക് സർക്കിളിന് പുറത്ത് വന്നപ്പോ തന്നെ കരിയർ ഓപ്പൺ ആയി അല്ലേ? യെസ്. ഞാൻ എപ്പോ ആ ഡിസിഷൻ എനിക്കിത് വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്തോ നെക്സ്റ്റ് വീക്കില് എനിക്ക് അതിന്റെ ഇത് വന്നു, എന്റെ ഒരു ഇത് ഓപ്ഷൻ വന്നു, കിട്ടി. അങ്ങനെ പെട്ടെന്ന് ഇത് ഇങ്ങനെ കിട്ടി. അങ്ങനെ
പിന്നെ അതേപോലെ എന്റെ പേഴ്സണാലിറ്റിയിലും എനിക്ക് ഒരുപാട് വ്യത്യാസം വരുത്താൻ പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ടെമ്പർ ആവുന്ന ഒരു സ്വഭാവം, ഭയങ്കരമായിട്ട് കരയുന്ന സ്വഭാവമായിരുന്നു, ഭയങ്കരമായിട്ട് ചൂടാകും, ചെറിയ കാര്യത്തിന് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, ഭയങ്കരമായിട്ട് കരയും, അങ്ങനെ ആ കാര്യങ്ങളിൽ ദേഷ്യം വരും, അങ്ങനത്തെ ഒക്കെ. പക്ഷെ അതിൻ്റെ അകത്ത് നോക്കി എനിക്ക് പുറത്ത് വരാൻ പറ്റി. എനിക്ക് അങ്ങനെ ഇപ്പം പെട്ടെന്ന് അങ്ങനെ ദേഷ്യം വരാം. പിന്നെ എനിക്ക് എല്ലാവരോടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ നന്നായിട്ട് അപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നോട് പറയും, ഓ എനിക്ക് നിന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ട് സോണാ ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഒരു സ്പെഷ്യലി ഒരു ചേച്ചി ഭയങ്കരമായിട്ടും ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര പാനിക്കായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യാന്നൊക്കെ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഭയങ്കര എനിക്ക് എന്നെ തന്നെ കൂൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പം അല്ലാതെ എന്റെ മണി ഫ്രീക്വൻസിയിൽ വരുമ്പോ, മണിയുടെ കാര്യത്തിൽ വരുമ്പോ ഞാൻ എന്നോട് എന്റെ ബാങ്ക് ബാലൻസ് ഉണ്ടാവാറേ ഇല്ല. എല്ലാരും എന്നോട് കടം ചോദിക്കും. ഇതെന്താ എന്റെ കയ്യിൽ ഒരു പൈസ പോലും വെക്കാൻ ആരും സമ്മതിക്കാറില്ല. ഒന്നല്ലേ വീട്ടിൽ ഇങ്ങനെ എങ്ങനെയാണെങ്കിലും എനിക്ക് ഒരു പൈസ പോലും മിച്ചം വെക്കാൻ പറ്റണില്ല. അപ്പം എനിക്ക് ഇപ്പൊ അങ്ങനത്തെ ആരും അങ്ങനെ കടം ചോദിക്കാൻ അങ്ങനെ ആരും ഇങ്ങനെ ചോദിക്കാറേ ഇല്ല. എനിക്ക് മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് വേണ്ടി ചെലവാക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഒക്കെ വീട്ടിലൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോവാ, അല്ലെങ്കിൽ ഇങ്ങനെ ടൂർ പോവാ, അല്ലെങ്കിൽ എന്തേലും എവിടെയെങ്കിലും ഒക്കെ പോവാന്ന് പറയാം, ഉള്ള പൈസ മുഴുവൻ നീ കൊണ്ടേ ദൂർത്തടിച്ചു എന്ന് പറയും. അപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നും പറയില്ല, നീ പൊയ്ക്കോ, നീ പോയിട്ട് വാ അങ്ങനെ. വലിയ സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്ന ആ ഒരു വിക്ടിം സർക്കിളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് ആ നാർസിസ്റ്റിന്റെ അടുത്ത്. ആതിരയുടെ സ്കൂൾ ഫ്രണ്ട് ആയിരുന്നു ആള്. കുറെ വർഷം അവര് റിലേഷൻഷിപ്പിലായിരുന്നു, എന്നിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ആള് നാർസിസ്റ്റിക് പ്ലസ് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അത് നമ്മൾ പറയുന്നില്ല അല്ലെ. അപ്പോ അതിൽ നിന്നൊക്കെ ആതിര പുറത്തോട്ട് വന്നു. കൺഗ്രാറ്റ്സ് ആതിര, എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഇത് എല്ലാ ഗേൾസിനും ഒരു എന്താ പറയണ്ടേ, റോൾ മോഡൽ ആവട്ടെ ആതിര. കാരണം ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. Congratulations. ആതിര. Thank you. Congrats, Adira. All the best. Thank you so much. ഓക്കെ, എല്ലാവരും പെൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതാണ്. അതിനുശേഷം എന്താന്നുള്ളത് ചിന്തിക്കുന്നില്ല അല്ലെ. ഇപ്പം പെൺകുട്ടികൾ പറയണം ഹസ്ബൻഡ് ഇങ്ങനെയാണെന്ന് പറയുമ്പം പേരൻസ് ചിലപ്പോൾ പറയുന്നുണ്ട്, ഓക്കെ നാട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, അപ്പം നീ അഡ്ജസ്റ്റ് ചെയ്യുന്ന് പറഞ്ഞു. ഇപ്പം ഷാർജയിൽ 2 മരണമായി ഇപ്പം അടുപ്പിച്ച് നടക്കുന്നു. അപ്പോൾ ഒരുപാട് നാട്ടിലും പറയാതെ, പണ്ട് നമ്മൾ പേരൻസിന്റെ കാലത്തൊക്കെ ഒരുപാട് നാർസിസ്റ്റിക് ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ വന്ന് ഓപ്പണായി പറയുന്നത് കൊണ്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലേ. ഓക്കെ, നന്ദു ആയിരുന്നോ നന്ദു കൃഷ്ണ റേസ് ഹാൻഡ് ഓപ്ഷൻ ഇട്ടത് സംസാരിക്കാൻ വേണ്ടിട്ട്? നന്ദു, പിന്നെന്താ റിമൂവ് ചെയ്തേ? ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു. ഞാൻ ആക്ച്വലി പോയാ മതി. 6 months ബാക്ക് മാം ഞാൻ ബെഡ്രിഡൻ ആയിരുന്നു. ഞാൻ 1 വർഷം മുമ്പ് ബാംഗ്ലൂർ IT ഫീൽഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് 1 year ബാക്ക് ഒരു ഡിസ്ക് ഇഷ്യൂവും സ്റ്റൊമക്കിലെ അൾസേഴ്സ് ഒക്കെ ആയിട്ട്, അങ്ങനെ കുറച്ച് ചലഞ്ചസ് ഒക്കെ ആയിട്ട് ജോലി നിർത്തി വീട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഭയങ്കര വേഴ്സ്റ്റ് ആയിപ്പോയി എന്റെ കണ്ടീഷൻ. ഡിസ്ക് എക്സ്ട്രൂഡഡ് ആയി, അത് സർജറി ചെയ്യാതെ മാറത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ബെഡ്രിഡൻ ആയിരുന്നു ഞാൻ ഒരു 3-4 മാസം. അങ്ങനെ കരിയർ പോയി, റിലേഷൻഷിപ്സ്, വീട്ടിലായാലും അച്ഛനുമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാം ഫുൾ കരിയർ പോയി, റിലേഷൻഷിപ്പ് പോയി, മണി പോയി, എല്ലാ ഏരിയകളിലും ചലഞ്ചസ് ആയിരുന്നു. ഇപ്പൊ പക്ഷെ മാമിന്റെ ക്ലാസ്സിന് കയറിയതിനു ശേഷം പയ്യെ എല്ലാം റിക്കവർ ആയി വരുന്നുണ്ട്. ഓക്കെ, എന്നാലും ബെഡ്രിഡൻ ആയ ആള് എന്താണ് റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ ഹീലായി മാം. ഫാദറുമായിട്ടൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഹീലായി. ഫാദറുമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതെല്ലാം നല്ല രീതിയിൽ ഹീലായി. ഇപ്പൊ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അങ്ങനെ പയ്യെ പ്രോഗ്രസ് ഉണ്ട് മാം, നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ട്. എല്ലാം കംപ്ലീറ്റ് മാറും എന്നുള്ള വിശ്വാസം ഇല്ല ഇപ്പൊ ഉണ്ട് മാം, ഇപ്പൊ ഉണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് പിന്നെ എത്ര നാളായിരുന്നു ബെഡ്രിഡൻ ആയിട്ട്? ഒരു 4 മാസം ബെഡ്രിഡൻ ആയിരുന്നു മാഡം. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പയ്യെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ലോ ആയിരുന്നു, എനർജി, കോൺഫിഡൻസ് എല്ലാം പോയി.
ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ടൈം വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡൗൺ ആയിപ്പോയി. പക്ഷെ എനിക്കിപ്പോ കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് എല്ലാം ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. എല്ലാം ഹീൽ ആവുന്നുണ്ട്. റിലേഷൻഷിപ്സ് ഇപ്പൊ ബെറ്റർ ആയി, കോൺഫിഡൻസ് നന്നായി. പിന്നെ എനിക്ക് കരിയർ മാം ഇത്രയും നാൾ IT ഫീൽഡിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മാമിന്റെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി എന്റെ ഫീൽഡ് ബിസിനസ് ആണ്. അങ്ങനെ ഇപ്പം ഒരു ഐഡിയ ഒക്കെ എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ എനിക്ക് ഇനിയിപ്പോ അത് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് ഐഡിയ? അത് ഇന്നിങ്ങനെ കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് മാഡം. അപ്പൊ എന്റെ ഐഡിയൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് 2-3 പ്രോഡക്ട്സ് ഉണ്ട്. ഓയില്, കോക്കനട്ട് മിൽക്ക്, പിന്നെ ഇങ്ങനെ റാഗി ഒക്കെ എടുക്കാനൊക്കെ അങ്ങനെ കുറച്ച് പ്രൊഡക്ഷൻ നല്ല ക്വാളിറ്റിയിൽ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കാനായിട്ട് ഒരു നല്ലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം ഈ ഒരു കാലഘട്ടത്തില് ഓൺലൈനിലൂടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഗ്രോത്തിലോട്ട് എത്താൻ പറ്റും. കാരണം വാസ്റ്റ് ഏരിയ ആണ് അല്ലേ, എത്ര ഓൾ ഇൻ നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും. പണ്ട് നമ്മളൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലോക്കൽ ഏരിയയിൽ മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് വലിയൊരു പ്രോഫിറ്റിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓൾ ദ ഞാൻ ബെസ്റ്റ്. അടുത്ത ബാച്ചിൽ ജോയിൻ ആയിട്ടുണ്ട് മാഡം. ഇത് ഓ, കംപ്ലീറ്റ് മാറുന്ന വരെ ഞാൻ മാഡത്തിന്റെ കൂടെ തന്നെ കാണാം. താങ്ക് യു. എന്തായാലും ബിസിനസ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ നന്ദുവിനെ വിടുള്ളൂ. ഓക്കെ. താങ്ക് യു മാം. ഓക്കെ, ഇതിലിപ്പം ആൾക്കാര് ജോയിൻ ചെയ്യാൻ മടി കാണിക്കുന്നത് ഈ മന്ത്ലി ആ ഒരു ഫീസിന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. പക്ഷെ ആ ഫീസ് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നിങ്ങളെ തന്നെ പുതുക്കി പണിയും അല്ലെ. പാച്ച് വർക്ക് ഒക്കെ ചെയ്ത് നിങ്ങൾ തന്നെ വേറെ നിങ്ങളെ 2.0 വേർഷനിലേക്ക് എത്തുന്നു. മെന്റലി നിങ്ങൾ സ്ട്രോങ് ആവുന്നു, ഇമോഷണലി സ്ട്രോങ് ആവുന്നു, നിങ്ങളെ അപ്പിയറൻസ് തന്നെ മാറുന്നു, നിങ്ങൾ ചിരിക്കാൻ തുടങ്ങുന്നു, മെന്റൽ ക്ലാരിറ്റി വരുന്നു, ആൾക്കാരെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു, നിങ്ങൾ പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഹീൽ ആവുന്നു, കരിയർ ഓപ്പൺ ആവുന്നു അല്ലേ, മണി അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളെ VIP സെഷൻ അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിക്ക് ഇപ്പം ഒരിക്കലും വിറ്റ് പോവില്ല എന്ന് വിചാരിച്ച ആ ഒരു പ്രോപ്പർട്ടി 1.5 CR സെല് ചെയ്തു ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ടെക്നിക്ക് ചെയ്ത് പ്രയർ ചൊല്ലി അങ്ങനെ. അപ്പൊ അത്രയും വലിയൊരു എമൗണ്ട് ആണ് ആൾക്ക് വന്നത്. എമൗണ്ടിന്റെ മാത്രമല്ല, ഹാപ്പിനെസ് അല്ലെ, ഹാപ്പിനെസ് അല്ല, അങ്ങനെ ഒരു ഇന്നർ പീസ്, ഇന്നർ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ക്രോർസ് കൊടുത്താലും കിട്ടാത്ത ഒരു കാര്യമാണ്. അത് കിട്ടാന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ വിഷ്ണുവിനെ പോലെയുള്ള ഒരാള്, വിഷ്ണു തന്നെ ഈ ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും റോൾ മോഡൽ ആയില്ലേ അല്ല. ഞാൻ പോലും പറഞ്ഞാണ് വിഷ്ണു പ്രാക്ടീസ് ചെയ്യില്ല എന്നുള്ളത്. ഐ എം സോറി. അപ്പോൾ വിഷ്ണു അത് മാറ്റി തിരുത്തി എഴുതി അല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ പുറത്തൊരാളോട് പോയി പറയാം, ഓക്കെ ഈ ക്ലാസ്സിൽ വന്നിട്ട് ആൽക്കഹോളിക് ആയ ഒരാൾ ഇത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു മാറി എന്ന് പറയുമ്പം നിങ്ങൾക്ക് തന്നെ എനിക്ക് തന്നെ ഭയങ്കര ഗൂസ് ബംസ് വരുന്നു. നിങ്ങൾക്ക് അതൊരു അഭിമാനമാണ്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റോറി കേൾക്കുന്നത്. ഒരുപാട് ആൾക്കാർ മാറിയിട്ടുണ്ട്, പക്ഷെ അവർ ടൈം എടുത്തിട്ടാണ് മാറിയത്. പക്ഷെ ഇത് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മാറ്റം കണ്ടത്. ഓക്കെ, നെഹല പറയൂ. ഹായ് മാം, ഞാനൊരു 4 ദിവസം മിസ്സായിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ ബാലി പോയി വന്നു. വന്നോ? ആ വന്നു. നന്നായിരുന്നു. സോളോ ട്രിപ്പ് ആയിരുന്നു. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോയി. പോയി ബാലിയില്? ബാലിയില് എവിടൊക്കെയായിരുന്നു? ഒന്ന് നുസ പെനിഡ ഐലൻഡ്, ഉലുവാറ്റു, പിന്നെ തനഹാലോട്ട്, പിന്നെ ഏതാ പോയോ? മറന്നു. പോയോ? ഓക്കെ. പ്യൂരിഫിക്കേഷൻ ബാലി ഏതോ ഒരു വാട്ടർഫോൾ, പക്ഷെ അവിടെ പ്യൂരിഫിക്കേഷൻ ഞാൻ പോയില്ല. പിന്നെ ലംബ്യോ ടെമ്പിൾ, ആ ഗേറ്റിൽ, ഹെവൻലി ഗേറ്റ്, അവിടെയൊക്കെ പോയി പിക്ചർ എടുത്തു ഒറ്റയ്ക്ക്. അത് ഒരു പാക്കേജ് ആയിരുന്നു മേക്ക് മൈ ട്രിപ്പിന്റെ. അപ്പൊ അവര് തന്നെ ഡ്രൈവറൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അതിങ്ങനെ മോർണിംഗ് ടു ഈവനിങ് നമ്മുടെ കൂടെ ഡ്രൈവർ ഉണ്ട്, വണ്ടിയുണ്ട്. അപ്പൊ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് ഇടയ്ക്ക് ബോറടിക്കും, പക്ഷെ എന്നാലും മൊത്തത്തിൽ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയി. കാരണം കുറെ വർഷമായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ ഒരു നല്ലൊരു 5 days നല്ലൊരു ചേഞ്ച് വരാൻ പറ്റി. ക്ലാസ്സിൽ വന്നിട്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് അല്ലെ, ട്രിപ്പ് പോവാന്നുള്ളത്? അതെ, എനിക്ക് സോളോ എന്നുള്ളത് എന്റെ ഒരു ഭയങ്കര ഒരു ഇതാണ്. ഞാൻ സിംഗിൾ ആണ്, ഡിവോഴ്സ്ഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അത് മുതൽ പിന്നെ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ ആ ഒരു ഇതൊന്നൊക്കെ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഒരു ഡിസിഷൻ എടുത്തത്. നമ്മളെ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടി സോളോ ട്രിപ്പ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ ആൾക്കാർ എതിർക്കും അല്ലെ. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നെഹല പോയി വന്നിരിക്കുകയാണ്. അതെ, എനിക്ക് എല്ലാ ഫീൽഡിലും ചലഞ്ചസ് ഉണ്ട്. ഹെൽത്ത് ആണെങ്കിലും, ഹെൽത്തിലൊരു മാറ്റം. എനിക്ക് ഉറക്കം ഡെയിലി കിട്ടാറുണ്ടായിരുന്നില്ല.
ഉം. അപ്പോ അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ഡെയിലി കിട്ടില്ല. എപ്പോഴെങ്കിലും പകൽ എപ്പോഴെങ്കിലും പെട്ടെന്ന് നല്ലൊരു ഉറക്കം വരും. പിന്നെ രാത്രി അധികം ഫുൾ അവെയർ ആയിരിക്കും ഞാൻ. അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് സ്ലീപ്പിംഗ് പിൽ എഴുതിപ്പിച്ച് ഒരു ലാസ്റ്റ് 1.5 ഈ ക്ലാസ് വരുന്നതിന്റെ ഒരു 2 months മുമ്പ് മുതൽ ഞാൻ ഡെയിലി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ മാമിന്റെ ഫസ്റ്റ് ക്ലാസ് കേട്ട പിന്നെ ഞാനത് നിർത്തി. ഉറങ്ങിയില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് വേണ്ട. ഇപ്പൊ ഞാൻ ഡെയിലി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. പിന്നെ ഓഫീസിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഉം. ഞാൻ ഹൈദരാബാദിലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഉം. അപ്പോ അത് വലിയ പ്രശ്നമില്ലാണ്ട് അത് അങ്ങനെ റിക്കവർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്റെ മാനേജറുടെ മാനേജർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. സാധാരണ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്താ അത്ര സാഡ്, വൈ ആർ യു സോ സിക്ക്, ആർ യു സിക്ക് ഒക്കെ ചോദിച്ചാൽ എപ്പോഴും ഒരു ലോ എനർജി മെയിൻ അങ്ങനെ ഒരു ഇതാണ് ക്യാൻസർ. പക്ഷെ ഇപ്പൊ ഒരു പോസിറ്റീവ് തിങ്കിങ്, എനിക്ക് കണ്ണാടി പോലും നോക്കാൻ ഇഷ്ടമല്ല. മീൻസ് സെൽഫ് ലവ് തീരെ ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഗ്രേറ്റ്. Yeah. ഓക്കെ, അപ്പോ എല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ മാറട്ടെ. ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ സോളോ ട്രിപ്പ് ചെയ്തു എന്ന് പറഞ്ഞത് തന്നെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആണ്. പിന്നെ ഈ ഓരോ ആൾക്കാരുടെ സക്സസ് സ്റ്റോറിയും അത്രയും നമ്മൾക്ക് ഗൂസ് ബംസ് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇനി ഒരുപാട് ആൾക്കാർ ഇതിൽ ഷെയർ ചെയ്യാനുണ്ടാവും, എനിക്കറിയാം. ഇതിനേക്കാൾ സക്സസ് ഉള്ള ആൾക്കാർ, ഇൻട്രോവേർട്ടായ ആൾക്കാർ ഇവിടെ മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. ശരിയല്ലേ? ഓക്കെ നെഹല, എല്ലാവരും ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്തേ നെഹലനെ. മറന്നുപോയി. കൺഗ്രാറ്റ്സ് നെഹല. Thank you. Congrats, ma'am. Congrats, Nehla. Congrats. Congrats, Nehla. Thank you. All the best. Congrats. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ എൻ്റെ കൂടെ ഇന്റർവ്യൂവിന് താല്പര്യം ഉണ്ടെങ്കിൽ വരാം. യൂട്യൂബ് ഇന്റർവ്യൂവില് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേസ് ഒക്കെ കാണിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ നിങ്ങളെ വരണമെന്ന് നിർബന്ധമൊന്നും ഞാൻ പറയില്ല. കാരണം ഇഷ്ടമുള്ളവർക്ക് വരാം. അപ്പൊ നിങ്ങളെ ഇന്റർവ്യൂ ഞാൻ എടുക്കും, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രേഷ്മക്ക് പേര് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞ തവണ ആതിര ഉണ്ടായിരുന്നു, DJ ഉണ്ടായിരുന്നു, പിന്നെ ആരൊക്കെ പേര് തന്നിരുന്നു. പിന്നെ ഞാൻ അങ്ങ് തിരക്കായി പോയി, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ രേഷ്മ ഒന്ന് പേര് കളക്ട് ചെയ്യണം കേട്ടോ. രേഷ്മ ഉണ്ടോ ഇന്ന്? ഒരു കാര്യം പറയാൻ മറന്നു മാം. ഞാൻ മാമിന്റെ റീല് കണ്ടിട്ടാണ് വന്നത്. അത് റീൽ കണ്ടു, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷെ ഇന്റർവ്യൂയുടെ പേര് അറിയുന്നൂടാ. അത് സെർച്ച് ചെയ്യണം എനിക്ക് ഫുൾ. അങ്ങനെ ആ ഇന്റർവ്യൂയുടെ പേര് ഫസ്റ്റ് കണ്ടുപിടിച്ച് അവരുടെ ഫുൾ യൂട്യൂബിൽ ലിങ്ക് പോയിട്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് മാമിന്റെ അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. വളരെ കഷ്ടപ്പെട്ടിട്ട് പേര് തപ്പി, ചാനലിന്റെ പേര് തപ്പി, ഫുൾ ഇന്റർവ്യൂ കണ്ടിട്ടാണ് എല്ലാവരും ഈ ഒരു ക്ലാസ്സിൽ എല്ലാവരും വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന 300 ആൾക്കാർക്ക് 300 പ്രോബ്ലംസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ക്യാൻസൽ. ഓരോ ആൾക്കാരും ഓരോ ചലഞ്ചസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴും പറയും, നമ്മൾ പ്രോബ്ലം അല്ല സോൾവ് ചെയ്യുന്നത്, ഇമോഷൻസ് മാസ്റ്റർ ചെയ്യുന്നു അല്ലെ, ഇമോഷൻസ് ഹീൽ ചെയ്യുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇനി നെക്സ്റ്റ് മന്തിലോട്ടും ആരൊക്കെ ഉണ്ടെന്നൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. അത് നിങ്ങളിഷ്ടമാണ്, നിങ്ങളുടെ പേഴ്സണൽ താല്പര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ വേണം, ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും. ഓരോ ക്ലാസ്സിലും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഗ്രോ ചെയ്യട്ടെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് വരാം. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നാളെ തൊട്ട് ക്ലാസ് ഇല്ല, ഇനി 28-നാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മിസ് ചെയ്യോ? തീർച്ചയായിട്ടും മാഡം. തീർച്ചയായും 28th ആവാൻ വെയിറ്റ് ചെയ്യാണ്. എന്താണ്? 28th ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഇനി. പിന്നല്ല, അതെ, നമുക്ക് 28-ന് കാണാം. 28-ന് പുതിയ കുറെ മുഖങ്ങളും ഉണ്ടാവും, പുതിയ ഫേസസും വരും. ഓക്കെ, വേറെ ആർക്കും ഒന്നും പറയാനില്ല അല്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? മാം, ഒരു 3 ഡൗട്ട് ഉണ്ടായിരുന്നു മാം, ചോദിച്ചോട്ടെ? ഓക്കെ, ചോദിക്കാം. ഒന്ന് മെഡിറ്റേഷന്റെ കാര്യം. ഇപ്പൊ മാം ഇത്രയും ദിവസങ്ങളിൽ ഈ നൈറ്റിൽ മെഡിറ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഇനി നൈറ്റിൽ എങ്ങനെയാ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? മാം നമ്മളോട് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്യൂച്ചർ സ്ക്രിപ്റ്റ്. അപ്പോൾ മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് നമ്മുടെ ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് നമ്മുടെ വോയിസിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അത് കേട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഓക്കെ ആണോ?
അത് ഓക്കെയാണ്, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വാസത്തിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് മെഡിറ്റേഷനെ അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഞാൻ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഓക്കെയാണോ? ഓക്കെയാണ്, ഓക്കെയാണ്, അങ്ങനെ ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ്സ് ഈവനിങ്ങും മോർണിംഗ് 10 മിനിറ്റ്സ് അത് മതിയല്ലോ അല്ലേ? മോർണിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗ് അങ്ങനെ 5 to 10 minutes, നൈറ്റും അതുപോലെ തന്നെ 5 minutes 10 minutes ചെയ്താൽ മതി. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം അഫർമേഷൻസ് ഇല്ലേ? ഇപ്പൊ നമ്മൾ കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി, കുറെ അഫർമേഷൻസ് ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ പറയണോ? അതോ ഒന്ന് ഇപ്പൊ 555 ടെക്നിക്സ് ഞാൻ ഒന്നിൽ ചെയ്യുന്നുണ്ട്. അത് 5 days എഴുതിയതിന് അത് ചെയ്യുന്ന സമയത്ത് വേറെ അഫർമേഷൻസ് പറയാൻ പാടുണ്ടോ? 555 അഫർമേഷനും തമ്മിൽ ബന്ധമില്ല. 555 വേറെ തന്നെ ടെക്നിക്കാണ്, അഫർമേഷൻ വേറെ തന്നെയാണ്. അഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഫർമേഷൻ നമ്മൾ തോട്ടാണ്, ഒരു തോട്ട് നമ്മൾ റെപ്പിറ്റേഷൻ ആണ് മൈൻഡിന് വേണ്ടത്. റിപ്പീറ്റഡ്ലി പറയുന്ന സമയത്ത് അത് പ്രോഗ്രാംഡ് ആവും, അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരും, നിങ്ങൾ ആ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിലോട്ട് എത്തും. അതാണ് അഫർമേഷൻ. 555 എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഗോള് നേടാനുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഒരേ തോട്ട് യൂണിവേഴ്സിലോട്ട് ഒരേ ഫ്രീക്വൻസി കൊടുക്കണം നമ്മളടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതാണ് 555 ടെക്നിക്. ഓക്കെ. അപ്പൊ അഫർമേഷൻസ് ഇപ്പൊ ഈ 5 ഏരിയാസ് ഇല്ലേ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, 4 കാര്യം. ഈ 4 കാര്യത്തിനെ പറ്റിയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ നമ്മൾ ഡെയിലി 5 ടൈംസ് പറയണോ മോർണിംഗ് തന്നെ? പറയണം, യെസ് പറയണം. അത് നിങ്ങൾക്ക് നമുക്കിനി ലൈഫ് ലോങ് അങ്ങനെ ചെയ്യാലോ അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഫർമേഷൻസ് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട. അതായത് എല്ലാ അഫർമേഷൻസും അല്ല, നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ അഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ആപ്റ്റ് ആവുക എന്നുള്ളത്. അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് പറയാം, മോർണിംഗ് പറയാം. ഈ 555 ടെക്നിക്കിൽ 5 days എഴുതിയതിനു ശേഷം പിന്നെ അത് വിടുക, പിന്നെ അത് എഴുതണ്ട, അഫർമേഷൻസിൽ പറഞ്ഞാൽ മാത്രം മതി. ലെറ്റ് ഗോ ചെയ്ത് കളയാം. പിന്നെ അത് എന്തുകൊണ്ട് നടന്നില്ല, നടക്കുമോ, അങ്ങനെ ഡൗട്ട് ഉണ്ടാവരുത്. അതേ തന്നെ അഫർമേഷൻസിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അഫർമേഷൻസ് ആ 555 സെന്റൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യാമോ എന്നാണോ ചോദിക്കുന്നത്? അതെ അതെ. അതും കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വേറൊരു സെന്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ഏതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. പ്രസന്റ് ടെൻസിലായിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഈ പുറത്ത് പോകുമ്പോൾ നമ്മുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് പറയാൻ പറ്റുമോ മാം? ഗ്രൂപ്പിൽ ഇടാവോ? ഓക്കെ, ഞാൻ നോക്കാം. ഓക്കെ, കഴിഞ്ഞോ? ഒരു കാര്യം പറഞ്ഞിട്ടെ. ഓക്കെ വിഷ്ണു പറയാം. അനുമോഹൻ എന്ന് പറഞ്ഞ ആള് പിന്നെ ഉണ്ടോ ഒന്ന് നോക്കണം. അനുമോഹൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. നേരത്തെ കണ്ടില്ലല്ലോ, ഇപ്പൊ വന്നോ? വന്നു അനുമോഹൻ. ഹായ് അനു സാർ, ഞാൻ പിൻ ചെയ്യാം. പറയും. നിങ്ങളെ ഒരാളെ മാറ്റി എന്നൊക്കെ കേട്ടല്ലോ. അയ്യോ, നിങ്ങൾ ഒരാളെ കംപ്ലീറ്റ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഓക്കെ, എന്താണ് സംഭവിച്ചേ? ആക്ച്വലി പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. ഉം. അപ്പോ എന്നോട് ആദ്യം പറഞ്ഞത് മെസ്സേജ് ഇടുന്ന ബുദ്ധിമുട്ടാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് ഇട്ടേ. ആ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അയക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും ഇങ്ങനെ കുറെ സപ്പോർട്ട് ചെയ്തു. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവരെല്ലാം ഹാപ്പി ആയി. ഓക്കെ, അപ്പൊ പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞല്ലേ? അതെ അതെ, അങ്ങനെ പറഞ്ഞു. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. ആൾക്ക് അത്രയും മാറ്റാണ്. കാരണം എനിക്ക് മനസ്സിലായി. പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, എന്താന്ന് വെച്ചാൽ ആള് പേഴ്സണൽ സെഷനിൽ വരുന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇത് ഇത്രയും മാറ്റാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ആള് വിചാരിച്ചിരുന്നത്. അപ്പം മാറിയത് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി കണ്ടിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? വേറെ ആർക്കൊന്നും പറയാം? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ സ്വിച്ച് വേർഡ് എല്ലാ ഇതിലുള്ള സ്വിച്ച് വേർഡ് ഒരുമിച്ച് എഴുതാമോ, അതോ ഒരു സ്വിച്ച് പറ്റില്ല? മാക്സിമം 2, മോർണിംഗ് ആൻഡ് നൈറ്റ്. ഓക്കെ. മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. അജിത്ത ഡൗട്ട്. ഈ 555 ടെക്നിക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അവരുടെ പേര് കൊടുത്ത് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. എൻ്റെ കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ ബാച്ചിലൊരു കുട്ടി, അവരുടെ ഫ്രണ്ടിന് പ്രോസ്റ്റേറ്റ് ആ ഒരു ഏരിയയിൽ ക്യാൻസർ ആയിരുന്നു, ക്യാൻസർ. അപ്പോൾ ആൾക്ക് സർജറി വേണമെന്ന് പറഞ്ഞിട്ട് ആൾ 555 എഴുതിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ സർജറി വേണ്ട, മെഡിസിനിൽ ക്യൂർ ആവും, ഇത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ക്യൂർ ആവുമെന്ന് പറഞ്ഞു ഡോക്ടർ. ഓക്കെ, വേറൊരാൾക്ക് വേണ്ടി നമുക്ക് എഴുതാം. അവരുടെ പേര് വെച്ച് എഴുതാം അല്ലേ? അതെ.
താങ്ക് യു. അപ്പോ താങ്ക് യു ഓൾ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ബാച്ചിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു Thank you, സോ ma'am. മച്ച്. Thank you. Thank you, madam. Thank Thank you, you. ma'am. Thank you, ma'am. Thank you so much. Thank you. Thank you. Thank you so Thank you, much, ma'am. ma'am. Thank you. Thank you. Thank you, ma'am. Thank you, ma'am. ma'am. All the best, ma'am. Thank you, ma'am. Thank you so Thank you, much. ma'am. Thank you so much. താങ്ക് യു. Thank you. ma'am. Thank you all. Thank you ma'am. Thank you so much, madam. Thank you, ma'am. സ്ക്രീൻഷോട്ട് എടുത്തറേനാ.